ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ അത് ക്വാളിഫൈ ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ അപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, സോ ഈ ഡാറ്റ എന്നുള്ളൊരു ക്വാളിഫയർ ഞാൻ അവിടെ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ ദ ലാസ്റ്റ് 28 months ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് സ്പേസ്. അപ്പോ ഒരു അതിനെക്കുറിച്ച് എന്തായാലും എന്താ പറയാ, ഒരു 301 അല്ലെങ്കിൽ 201 ലെവൽ എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതൊരു ഇന്നലത്തെ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ചർച്ചയിൽ നിന്ന് വഴിതെറ്റി വന്നൊരു ഒരു ഒരു പ്രമേയമാണത്. അതായത് ഇപ്പൊ ഇന്നലെ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ അതിന്റെ പ്രസക്തിയെ കുറിച്ച് ഞാൻ ഇന്നൊരാളായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ റസ്റ്റും ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിൽ ഒരു ചർച്ച വന്നു. അപ്പോ റസ്റ്റ് ഈ ബ്രാൻഡ് ഗെറ്റ്സ് എന്ന് പറഞ്ഞ ജാവയുടെ ആർക്കിടെക്ട് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഗുഡ് ഫോർ മോഡലിംഗ് എൻറ്റിറ്റീസ് ആൻഡ് പ്രോസസ്സസ് എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എൻറ്റിറ്റീസ് ഡാറ്റ ആയിട്ടാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് നമ്മൾ റെസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റിന് ഒരു ഡാറ്റ സ്വഭാവമുണ്ട്. അതായത് റെസ്റ്റ് റെപ്രസെന്റേറ്റീവ് സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ജംബിൾ ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരു സർവീസിലൂടെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ചേഞ്ച് ഏറ്റവും മിനിമൽ ചേഞ്ച് ആണ് നിങ്ങൾ സർവീസ് എൻഡ് പോയിന്റിലോട്ട് അയച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഒരു മെർജ് സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ടാണ് ഇവന്റ് ഡ്രിവൻ സിസ്റ്റംസ് ഒക്കെ റെസ്റ്റ് ആയിട്ട് നന്നായി വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഡാറ്റ മെർജ് ചെയ്യുന്നു, വേർഷൻ ചെയ്ത് മെർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഡലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് റെസ്റ്റിന്റെ സാധനം. അപ്പൊ റെസ്റ്റിന്റെ ചർച്ച ഇതൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെബ് ക്രോളറിലോ അല്ല, പിന്നെ സിസ്റ്റം ഇന്റഗ്രേഷനെ കുറിച്ച് ചർച്ച വന്നു. സിസ്റ്റം ഇന്റഗ്രേഷനെ കുറിച്ച് ചർച്ച വന്നപ്പോ പണ്ട് കമ്പനീസ് തമ്മിൽ ആണ് ഡാറ്റ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ബിക്കോസ് ഓഫ് ദി അഡ്വെന്റ് ഓഫ് മൈക്രോ സർവീസസ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ഇന്ന് സിസ്റ്റംസ് തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച് ഇസ് ഹ്യൂജ്. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂല് റെസ്റ്റിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റേ എന്താ പറയാ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറും ഈ ആപ്ലിക്കേഷൻ ബാൾക്കനൈസേഷനും. മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിന്റെ കേസിൽ അത് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ സർവീസിനും ഓരോ ഡാറ്റാബേസ് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇവന്റ് ഡ്രിവൻ സിസ്റ്റത്തിൽ ഡാറ്റ പല സ്ഥലത്തേക്ക് സ്കാറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് അഥവാ ഓപ്പറേഷണൽ ഡാറ്റാബേസിൽ അത് വന്നാലും അത് ഒറ്റ ഡാറ്റ ആയിട്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു ഡാറ്റ ഓറിയന്റേഷനിലോട്ടൊരു ഇതുണ്ടെന്നുള്ള മറ്റേ ഒരു ട്രസ്റ്റ്, നോട്ട് അറ്റ് ബിഗ് ഡാറ്റ മാത്രമല്ല, ഈവൻ ട്രാൻസാക്ഷൻ ഡാറ്റയും ഡാറ്റ ഓറിയന്റഡ് കമ്പ്യൂട്ടിങ്ങിലോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടെന്നുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ക്രോളിങ്ങിനെ കുറിച്ച് ചർച്ച വന്നു, ക്രോളിംഗ് ആൻഡ് സ്ക്രൈപ്പിങ്ങിനെ കുറിച്ച്. അപ്പോ അത് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ ചർച്ച നേരെ മറ്റേ ഗൂഗിളിന്റെ പേജ് റാങ്ക് പേപ്പറിലോട്ടും അവിടെ നിന്ന് ഗൂഗിളിന്റെ GFS പേപ്പറിലോട്ടും പിന്നെ അവിടെ നിന്ന് മറ്റേ മാപ്പ് റെഡ്യൂസ് പേപ്പറിലോട്ടും ചർച്ച പോയ പശ്ചാത്തലത്തില് അപ്പോ ഞാൻ സംസാരിച്ച ആള് അതിന്റെ ഡൗൺ സ്ട്രീം സിസ്റ്റം, അതായത് ഇപ്പൊ ഗൂഗിളിന്റെ പേജ് റാങ്ക് മറ്റേ പിൽക്കാലത്ത് അപ്പാഷെ ലുസീന ആവുകയും ഗൂഗിളിന്റെ GFS പിൽക്കാലത്ത് HDFS ആവുകയും ഗൂഗിളിന്റെ മാപ്പ് റെഡ്യൂസ് പിൽക്കാലത്ത് ഹഡൂപ്പ് ആവുകയും ഹഡൂപ്പിൽ നിന്ന് മൈക്രോ ബാച്ച് ആയിട്ട് മാറി സ്പാർക്ക് വരികയും അങ്ങനെ ഒരു എവല്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ സ്പാർക്ക്, ഹഡൂപ്പ്, മറ്റേ കാഫ്ക ഇതൊക്കെ വെൽ ഫെമിലിയർ ആണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാഫ്ക ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാഫ്കയുടെ കുറച്ച് വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അതായത് ആരെങ്കിലും കാഫ്ക പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന വീഡിയോസ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ രജീബ് മിശ്ര എന്ന് പറഞ്ഞ IIT ഒരു പ്രൊഫസർ ഉണ്ട്, പുള്ളിയുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ കോഴ്സിൽ കാഫ്ക ഒരു കേസ് സ്റ്റഡിയാണ്. അല്ലെങ്കിൽ MIT 6.824 മറ്റേ റോബർട്ട് ടാപ്പൻ മോറിസിന്റെ കോഴ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഫസ്റ്റ് ലെക്ചർ ഈസ് അബൌട്ട് GFS. പക്ഷെ ആ GFS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഫ്ക ഏകദേശം എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. പുള്ളിയുടെ കാഫ്കയുടെ കേസ് സ്റ്റഡി ഉണ്ട്. അപ്പോ നമ്മുടെ ഫോക്കസ് എങ്ങനെ കാഫ്ക ലിവറേജ് ചെയ്തിട്ട് ലോഗ് പ്രോസസ് ചെയ്യാന്നോ എലാസ്റ്റിക്കിൽ കാണിക്കുക എന്നുള്ളതല്ല. അതേമാതിരി തന്നെ നമ്മൾ ഹഡൂപ്പ് ഉപയോഗിച്ചിട്ട് ബിഗ് ഡാറ്റ എങ്ങനെ ക്രഞ്ച് ചെയ്യാം, ഡാറ്റ ഇൻ സ്പേസ്. ഇനിയിപ്പോ സ്പാർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ
ഡൗൺ സ്ട്രീം ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. എങ്ങനെയാണ് സ്പാർക്ക് മാതിരിയുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ ഈ ചർച്ചയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സ്പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് ആണ് എന്നോട് പറഞ്ഞു തന്നെ മൈക്രോസോഫ്റ്റ് ലിങ്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഓക്കെ, അന്ന് അതിന്റെ കോൺസിക്വൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. പിൽക്കാലത്ത് ഞാൻ റിയാക്റ്റീവ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ലിങ്കിനെ റിവേഴ്സ് ചെയ്തപ്പോഴാണല്ലോ ഒബ്സർവബിൾ ഉണ്ടാക്കിയ റിയാക്റ്റീവ് പ്രോഗ്രാം, അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയ പശ്ചാത്തലത്തിൽ ഒരു സ്ഥലത്ത് അപ്പാഷെ കിനസിസും ഫ്ലിങ്കും തമ്മിൽ ഉള്ള ഒരു സ്റ്റേറ്റ്ഫുൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് സീറോ ഡൗൺ ടൈം ആർക്കിടെക്ചർ ഓൺ എ VM നെറ്റ്വർക്ക്, ആയിട്ടല്ല ഒരു VM നെറ്റ്വർക്കിൽ ഡിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഈ ശരത്തി പറഞ്ഞ എന്താ പറയാ ഈ ലിങ്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നുള്ളത്. അപ്പൊ ലിങ്കിനും RXും തമ്മിലുള്ള കണക്ഷൻ അറിയാം. അപ്പൊ ഞാൻ അലക്സ് എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സ്പാർക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് RX ആണ്. അപ്പോ ഡിസ്ട്രിബ്യൂട്ടഡ് RX എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് ലിങ്ക്. അപ്പോൾ സ്പാർക്ക് ഇസ് ഈക്വൽ ടു ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് ലിങ്ക് എന്നുള്ള ഒറ്റ ഫ്രേസ് വെച്ചിട്ടാണ് എനിക്ക് അപ്പാഷെ കിനസിസും ഫ്ലിങ്കും ഉള്ള സ്ഥലത്ത് എനിക്ക് സീറോ ഡൗൺ ടൈം ആർക്കിടെക്ചർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവിടെ സ്പാർക്ക് കിനസിസ് അഥവാ കാഫ്കയുടെ ആമസോൺ സർവീസിന്റെ അവിടെ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അത് ലീഡർ ഫോളോവർ ആർക്കിടെക്ചർ ആണ്, അത് റെസീലിയന്റ് ആർക്കിടെക്ചർ ആണ്. പക്ഷേ ഈ എന്താ പറയാ ഈ സ്പാർക്കിന്റെ കേസിൽ അത് വന്നു, അല്ലെങ്കിൽ ഫ്ലിങ്കിന്റെ കേസിൽ വന്നപ്പോൾ അത് മാസ്റ്റർ സ്ലേവ് ആണ്. അപ്പോ അതിന്റെ ഉള്ളില് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഇല്ല. ആപ്ലിക്കേഷന്റെ യൂസ് കേസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ഈ എന്താ പറയാ S3 ബക്കറ്റും ഈ സ്റ്റേറ്റ് കെയർഫുൾ ആയിട്ട് S3 ബക്കറ്റിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു നോഡ് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രപ്പോസ് ചെയ്തത്. അത് ഒരു ഇന്ത്യ ടീം പ്രോട്ടോടൈപ്പ് ചെയ്യും. അത് പിൽക്കാലത്ത് ഒരു കോർ വയർലെസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അത് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ എന്റെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേപ്പറുകളൊക്കെ വായിക്കുക. ഇപ്പൊ സൂ കീപ്പറിന്റെ പേപ്പർ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ ഇൻസൈറ്റ് മാത്രമല്ല, ഇതിന്റെ പല അൽഗോരിതത്തിന്റെയും ഇപ്പൊ റാഫ്റ്റ് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, കൺസെൻസസ് അൽഗോരിതത്തെ കുറിച്ച് വലിയ ഐഡിയ, ഇപ്പൊ ബിറ്റ് കോയിൻ അവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ കുറിച്ച് പൊതുവെ റീസൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ 3 പേപ്പറാണ്, അതും 4 പേപ്പർ, അതായത് GFSന്റെ പേപ്പർ, HDFSന്റെ പേപ്പർ, HDFS അല്ല GFSന്റെ പേപ്പർ, പിന്നെ പേജ് റാങ്കിന്റെ പേപ്പർ, ഈ മാപ്പ് റെഡ്യൂസിന്റെ പേപ്പർ, സൂ കീപ്പറിന്റെ പേപ്പർ. ഈ 4 പേപ്പറിനെ ചുറ്റി, പേപ്പർ വായിക്കാനൊന്നും നമ്മൾ പോണില്ല, അതിനെ ചുറ്റി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലോട്ട് ഒരു പ്രവേശികയായിട്ടാണ് ഈ ചർച്ച വെച്ചേക്കുന്നത്. സോ ശരത്, യുവർ ടേക്ക് ആൻഡ് അരുണൊക്കെ കമന്റ് ചെയ്യും. അല്ല സാറ്, ഇത് എൻഡ് ഗോളായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് മോഡൽസ്, എനിക്കത് ക്ലിയർ ആയില്ല. അല്ല, ഇതിന്റെ എൻഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഇപ്പൊ ഞാനിപ്പോ ഇത്രയും ഇപ്പൊ പറഞ്ഞതില് വളരെ ഏറെ ഇൻഫർമേഷൻ ക്രാംഡ് ആണ്, പല ഇൻസൈറ്റുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ വളരെയേറെ പ്രാക്ടിക്കലി ഡിപ്ലോയ് ചെയ്ത കാര്യങ്ങളാണ് മിക്കത്, മനസ്സിലായില്ലേ? അപ്പോ അത് ഡെമോക്രറ്റൈസ് ചെയ്യുക, പിന്നെ പേപ്പർ വായിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുക, പിന്നെ ലോകത്തെ എന്ത് അഡ്വാൻസ് സിസ്റ്റം ആയിക്കോട്ടെ അത് സ്ഥൂല തലത്തിൽ അതുണ്ടെങ്കിലും അതിന്റെ സൂക്ഷ്മ രൂപത്തിലെ കാര്യങ്ങളുണ്ട്. കാരണം മാപ്പ് റെഡ്യൂസ് ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇഡിയമായിരുന്നു. അതിന്റെ ആ ഇംപ്ലിമെന്റേഷൻ സ്ട്രക്ചർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവര് ഇതുണ്ടാക്കിയത്, അതായത് മാപ്പ് റെഡ്യൂസ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ഇഡിയം ഡിസൈൻ ലെവൽ കടന്ന് അത് ആർക്കിടെക്ചർ ലെവലിലോട്ട് അവർ കൊണ്ടുപോയത്. ഇവിടെ കിട്ടിയ അതായത് മാപ്പറും റെഡ്യൂസറിന്റെ ഉള്ളിൽ ഒരു പെയർ ഫംഗ്ഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബിഹേവിയർ എൻകോഡ് ചെയ്യാം. ഇനി സ്പാർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ലിങ്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. പക്ഷെ സ്പാർക്കും ലിങ്കും തമ്മിൽ ഒരു ചെറിയ, കാരണം ലിങ്ക് ഒരു പുൾ മോഡലിലാണ്. അപ്പോ ഈ ലിങ്കിനെ പുഷ് മോഡലിലാക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് പ്ലസ് ഇവന്റ്സ് പ്ലസ് ഇതാണ് RXന്റെ മോഡൽ. അപ്പോ RXന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ ആണെന്നുള്ള അങ്ങനത്തെ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയർഡ് മെമ്മറി പാരലൽ വൊക്കാബുലറി നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ
സീക്വൻഷ്യൽ, കൺകറന്റ്, പാരലൽ, ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ നമ്മൾ ഒരു ഹയറാർക്കി പോയിന്റ് ഓഫ് നോക്കിയാണ്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ത്രെഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ 5 ത്രെഡ് റിക്വസ്റ്റ് ചെയ്യും, നമുക്ക് ചിലപ്പോൾ 4 ത്രെഡിന്റെ റിസോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാരലൽ പ്രോഗ്രാമിംഗ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് n റിസോഴ്സസ് വേണം, n-1 അവൈലബിൾ ഉണ്ടെങ്കിൽ അവിടെ കൺകറൻസി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കൺകറന്റ് എന്താണെന്നുള്ളത് പാരലലും കൺകറന്റ് പറഞ്ഞാൽ അറിയാം. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്രോസ് ദ മെഷീൻ പറയും. വേണമെങ്കിൽ ഈ പാരലൽ പ്രോഗ്രാമിംഗ് തന്നെ ഷെയർഡ് പാരലൽ മെമ്മറി ആവാം, അക്രോസ് ദ പ്രോസസ്സും വിത്തിൻ ദ മെഷീൻ ആവാം. അപ്പോ ഇവിടെ 4 സ്ഥലത്തും സ്ട്രീംസും റിയാക്റ്റീവ് സ്ട്രീംസും ഇസ് എ വെരി ഗുഡ് പ്രോഗ്രാമിംഗ് മോഡൽ. അതായത് ഇപ്പൊ ഹഡൂപ്പിന്റെ ക്ലാസിക്കൽ മോഡലിൽ ഡാറ്റ ഇൻ സ്പേസിനും ഹഡൂപ്പിന്റെ ഇതിന് ഡാറ്റ ഇൻ ടൈമിനും. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ ഇൻ ടൈമിനെ നമുക്ക് റിയാക്റ്റീവ് സ്ട്രീം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഷെയർഡ് മെമ്മറി പാരലലോട്ട് മാപ്പ് ചെയ്യാം. അപ്പൊ ഈ കണക്ഷൻ കിട്ടാനാണ് അടുത്ത ഉദ്ദേശം. അതായത് ഈ ചർച്ച വെറുതെ ഇത് ജാർഗൺസ് അല്ല, ഇതിന് കറക്റ്റ് കൊഹിറൻസ് ഉണ്ട്, ഇറ്റ് ഹാസ് ബീൻ അപ്ലൈഡ്. പിന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഒരു ബിഗ് പിക്ചർ ഇല്ലാതെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് ഒഴിവാക്കുക എന്നുള്ളതും കൂടിയാണ്. പറഞ്ഞോളൂ. അല്ല, ഇത് ഇപ്പൊ എന്റെ മെന്റൽ മോഡലിൽ കിടക്കുന്നത് ഇപ്പൊ പാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഡിസ്കഷൻസ് ഇന്നെല്ലാം ഇപ്പൊ സ്ട്രീം പ്രോഗ്രാമിംഗ് മോഡൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർക്കിന്റെ കൺവെൻഷണൽ അല്ലെങ്കിൽ ഈ RDD ബേസ്ഡ് പ്രോഗ്രാമിംഗ് മോഡൽ നമുക്ക് റീസൺ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ അതായത് ലോജിക്കൽ ലെവലില് ഫിസിക്കൽ റിയലൈസേഷൻ സ്ലൈറ്റ്ലി വേരി ആയിരിക്കും. അതെ, ഇപ്പൊ വേണമെങ്കിലേ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എലാബറേറ്റ്. ഇറ്റ്സ് ഗുഡ് ഒബ്സർവേഷൻ യു മെയ്ഡ്. അതായത് ഇപ്പോ നമ്മള് മറ്റേ സ്പാർക്കിന്റെ കേസിൽ സ്പാർക്ക് ഒരു സിംഗിൾ യൂസർ മെഷീനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഒരു സിംഗിൾ യൂസർ ഇംപ്ലിമെന്റേഷനിൽ നിങ്ങൾ അവിടെ സ്ട്രീം പ്രോഗ്രാമിംഗ് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് മച്ച് ഡിഫറെന്റ് ഫ്രം വാട്ട് യു ഡു ഇൻ RX. പിടികിട്ടിയ അത് പക്ഷേ RDDക്ക് എതിരായിരുന്നു. ഇനിയിപ്പോ ഡാറ്റ സെറ്റ് എന്നുള്ളൊരു മോഡൽ ഉണ്ട് അവിടെ. അതാകുമ്പോൾ സ്ലൈറ്റ്ലി അതെനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ ക്യാഷ്ഡ് ഡാറ്റയോ എന്തോ ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് എനിക്ക് വേണമെങ്കിൽ ഡാറ്റ ഗ്രിഡിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും തോന്നുന്നു. ഞാനത് പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഇത് SQL മൂവ് ചെയ്തോ അവര്? അല്ല അതിപ്പോ ഡാറ്റ സെറ്റിന്റെ അവിടെ വെച്ച് SQL വരുമോ, അതേ സ്പാർക്ക് QLന്റെ അവിടെ വെച്ച് വരുമോ? ഡാറ്റ ഫ്രെയിംസും ടൈപ്ഡ് അൺടൈപ്ഡ് ഡിഫറൻസേ ഉള്ളൂ. അതിന് മേളിലാണ് SQL. അതെ അതായത് അത് തന്നെ അതായത് RDD റെസിലിയന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ അതൊരു ഡാറ്റ സ്ട്രക്ചർ ആണ്, വിച്ച് ഇസ് നോട്ട് എന്താ പറയാ, എനിക്കറിയില്ല അത് ഈ പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഡീകോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്പാർക്ക് സ്ട്രീമിംഗ് എനേബിൾ ചെയ്യുന്നത് അത് വെച്ചിട്ടാന്ന് പറയണേ. എനിക്ക് അതിനെ കുറിച്ച് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ വേണം. ഈ ബാച്ച് എങ്ങനെ മൈക്രോ ബാച്ച് ആയി, മൈക്രോ ബാച്ച് എങ്ങനെ സ്ട്രീമിംഗ് ആയി, ഹഡൂപ്പ് 2 അത് വന്നോ എന്നുള്ളത്. പക്ഷെ ഫോർ ദ ടൈം ബീയിങ് ക്ലാസിക്കലി പറയുകയാണെങ്കിൽ ആദ്യം അത് ഡാറ്റ ഫ്രെയിം ആണെന്ന് തോന്നുന്നു, പിന്നെയാണ് ഡാറ്റ സെറ്റ് വന്നതെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് നോക്കണം ഓർഡർ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതെ, കാരണം ഡാറ്റ ഫ്രെയിം അൺടൈപ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ടൈപ്ഡ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാണ് സ്പാർക്ക് QL വന്നത്. ഈ പിഗും ഹൈവും ഹഡൂപ്പിന്റെ കൂടെ അല്ലേ, ഇവരുടെ കൂടെ ഉണ്ടോ? ഇവരുടെ കൂടെ ഇല്ല. ഇവ വേണമെങ്കിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ബന്ധമില്ല. അതൊരു സിന്തറ്റിക് ബന്ധമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പോ RDD പ്രോഗ്രാമിംഗ് മോഡൽ ശരത്ത് പറഞ്ഞു. ഇനിയിപ്പോ എപ്പോഴും ടൈം കിട്ടുമ്പോ ഡാറ്റ ഫ്രെയിമും മറ്റേ കുറിച്ച് നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം ഉള്ളത് വെച്ചിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. യു ആർ കണ്ടിന്യൂ. ഞാനിത് ഒന്ന് ബ്രേക്ക് ചെയ്തതാ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഇത് SQL ബേസ്ഡ് ആക്കിയിരുന്നു. അതായത് അപ്പൊ ഓർഡർ ഞാൻ അല്ല മറ്റേ ഇത് പറയായിരുന്നു. അപ്പോൾ നമുക്ക് സ്ട്രീം പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി അതിന്റെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള എബിലിറ്റി കിട്ടും. പിന്നെ ഇവന്റ് ബേസ്ഡ് സിസ്റ്റംസ് കണ്ടേക്കുന്നത് ഇപ്പൊ കിനസിസ് ആണ് പ്രൈമറിലി കണ്ടേക്കുന്നത്. അത് ഡാറ്റ അഗ്രിഗേറ്റ് ചെയ്ത് ഡാറ്റ ഫീഡ് ഫോർ സ്പാർക്ക് ഉണ്ടാക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പ്രൈമറിലി കണ്ടേക്കുന്നത്. പിന്നുള്ളത് ഇവന്റ്, അതായത് മെസ്സേജ് പാസിംഗ് മോഡലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ഒന്നും അതിന്റെ ആവശ്യം
ഉണ്ടായിരുന്നില്ല. ആ സ്കെയിലൊന്നും അതിന്റെ ആവശ്യമൊന്നും കണ്ടിട്ടില്ല. അതേതായിരുന്നു അത് ഓറഞ്ച് എന്ത് വെച്ചിട്ടായിരുന്നു? ആ മറ്റേ കാഫ്ക? അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒക്കെ ചെയ്തതാ. ആ കിനസിസ് ആണ്. കാഫ്ക ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. കിനസിസ് ആണ്. കിനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിനസിസ് കാഫ്കയുടെ ഫോർക്കാണ്. അത് ആമസോൺ മറ്റേ സ്ക്രാച്ച് ചെയ്യുന്ന രീതിയാണോ? ആമസോൺ ഇംപ്ലിമെന്റേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നോക്കണത് സാർ. ഓക്കെ. ഓക്കെ. അപ്പോ സാറേ പിന്നെ ഈ ആ, പിന്നെ കാപ്പ ആർക്കിടെക്ചർ, ലാംഡ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതന്നെ. അതൊന്ന് പറഞ്ഞേ. അത് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ തറവായിട്ട് പഠിച്ചിട്ടില്ല. അതായത് ഈ സ്പാർക്ക് നമ്മള് അതായത് സ്റ്റോം ഒക്കെ സ്ട്രീമിംഗ് സിസ്റ്റംസ് ആണല്ലോ. അതെ, ഈ സ്പാർക്ക് ബാച്ച് പ്രോസസ്സിംഗ് ആണ് പ്രൈമർലി. അത് മൈക്രോ ബാച്ച് അല്ലേ? അത് മൈക്രോ ബാച്ച് വെച്ചിട്ട് സ്ട്രീം ചെയ്തില്ലെങ്കിൽ മറ്റേത് നമ്മൾ സ്പാർക്ക് ഇപ്പോൾ എവറി ഡേ സ്കെഡ്യൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എവറി മന്ത് സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ബാച്ച് പ്രോസസ്സിംഗ് ആണ് സാധനം. അപ്പൊ പ്രോഗ്രാം ഇത് ചെയ്യാറില്ലേ, മറ്റേ പുഷ് ചെയ്യാറില്ലേ ഡാറ്റ അപ്പൊ സ്പാർക്ക്? പുഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ കേസിൽ ഷെഡ്യൂൾഡ് പുഷ് ആയിരിക്കും നടക്കുന്നത് അല്ലേ? അതായത് ആൾറെഡി അക്യൂമുലേറ്റഡ് ഡാറ്റ ആയിരിക്കും മിക്കവാറും വരുന്നത്. അതെ റിയൽ അതെ ടൈം. അതെ റിയൽ ടൈമിനേക്കാളും. അപ്പൊ ഈ ഓക്കെ. ലാംഡ ആർക്കിടെക്ചറിൽ ഇത് രണ്ടും ഇൻ കോമ്പിനേഷൻ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്ന ഡിസൈൻ ആണെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ സ്റ്റോം അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ക്വിക്ക് ഡാറ്റ പ്രോസസ്സിങ്ങും ക്വിക്ക് ഇൻസൈറ്റ് ജനറേഷൻ നടത്തും. പിന്നെ സ്പാർക്ക് ഒക്കെ ഓടിച്ചിട്ട് ഒരു ലാർജർ വിൻഡോയിൽ അഗ്രഗേറ്റഡ് ഇൻസൈറ്റ് ജനറേഷൻസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതിന്റെ ഉള്ളിലേ ഇപ്പൊ ഈ സ്പാർക്ക് ഒരു ഡാറ്റ പാരലൽ സിസ്റ്റം, സ്റ്റോം ഒരു പ്രോസസ് പാരലൽ സിസ്റ്റം അല്ലെങ്കിൽ ടാസ്ക് പാരലൽ സിസ്റ്റം ആണ്. ഓക്കെ. പക്ഷെ രണ്ടുപേർക്കും ഗ്രാഫ് ഉണ്ടാക്കാം. ഇപ്പൊ സ്റ്റോമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൈലബിൾ കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിക്കുക എന്നുള്ളത്, വിച്ച് അവർ വേ യു വാണ്ട്. സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റയെ പാർട്ടീഷൻ ചെയ്തിട്ട് സെയിം ഗ്രാഫ്, കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് ഓടിക്കുക എന്നുള്ളതാണ് റെപ്ലിക്കായിട്ട്. അങ്ങനെയാണ് അവർ തരുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പാർക്കില് എന്റെ ഭാഷ പറഞ്ഞാൽ റിസോൾവ്ഡ് ഡാറ്റ വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്പാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റ സോഴ്സ് ഉണ്ട്. ഓക്കെ, ബീറ്റ് RDD ഡാറ്റ സെറ്റ് ഓർ സംതിങ്. അവിടെ നിന്ന് കുറെ ഫങ്ഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റേഴ്സിൽ നിങ്ങൾക്ക് മറ്റേ ലേസി ഉണ്ട്, മറ്റേ സ്ട്രിക്റ്റും ഉണ്ട്. അതായത് വിച്ച് ഹാസ് ടു ബി ഇവാലുവേറ്റ്. അതിനെ ലേസിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, മറ്റേനെ ആക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോ ഈ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഒരിക്കലും ഒരു വെബ് സർവീസ് വിളിക്കാൻ പാടില്ല എന്നാണ് എന്റെ തിയറി. കാരണം അപ്പൊ റെഫറൻഷ്യൽ ട്രാൻസ്ഫറൻസി ബ്രേക്ക് ചെയ്യും. അതായത് അപ്പൊ ഡാറ്റ ഫുള്ളി റിസോൾവ് ആയിരിക്കണം. അപ്പൊ ഈ ലാംഡ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സാധനം ഡാറ്റ റെസൊല്യൂഷന് വേണ്ടി സ്റ്റോമും ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി സ്പാർക്ക് ഉപയോഗിക്കുന്നതാണോ? ഓക്കെ, അങ്ങനെയല്ല എന്നാണ്. അതായത് ബാച്ച് ലെയറും ഒരെണ്ണത്തിന് സ്പീഡ് ലെയർ എന്നാ പറയണേ. സ്പീഡ് ലെയർ ഉണ്ട്, ബാച്ച് ലെയർ ഉണ്ട്. അപ്പൊ ഈ സ്പീഡ് ലെയറില് ഇമ്മീഡിയറ്റ് പ്രോസസ് ചെയ്ത് സാധനം വിടും. ബാച്ച് ലെയറിൽ ചിലപ്പോൾ വിൻഡോ ചിലപ്പോൾ 7 ഡേ ആയിരിക്കും, ചിലപ്പോൾ 3 days ആയിരിക്കും. ഓക്കെ. അപ്പൊ പറഞ്ഞാല് ഫ്രം എ സ്ട്രീമിംഗ് പെർസ്പെക്റ്റീവ് ഫോർ റോ ഡാറ്റ സ്റ്റോമിന് ഒരു പ്ലേസ് ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റേതിലുണ്ട്. ലാംഡ ആർക്കിടെക്ചറിൽ ലാംഡ ആർക്കിടെക്ചറിൽ പ്ലേസ് ഉണ്ട്. കാപ്പയില് ഇത് യൂണിഫൈഡ് ഒറ്റ സിസ്റ്റം ഉള്ളൂ ഫോർ എവറിഥിങ്. അപ്പൊ അതില് പറഞ്ഞോ. അല്ല, അവിടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പോ സ്പാർക്ക് സ്ട്രീമിങ്ങിന്റെ ലേറ്റൻസി നമുക്ക് സാറ്റിസ്ഫയബിൾ ആണെങ്കിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോ വേറെ ഒരെണ്ണം കണ്ടത്, ഇപ്പൊ വൈശാഖ് ബാബു ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായപ്പോൾ അവിടെ മറ്റേ കാഫ്ക സ്ട്രീംസ് യൂസ് ചെയ്തിട്ട് ഒരു സാധനം മോഡൽ ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ എനിക്ക് വൈശാഖ് പറഞ്ഞപ്പോ ഏകദേശം, ഞാൻ സാധനം കോഡ് കണ്ടിട്ടില്ല ഇതുവരെ. വൈശാഖിന്റെ വെർബൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എനിക്കൊരു മെന്റൽ മോഡൽ ഉണ്ടായി അതിന്റെ പ്രോഗ്രാമിംഗ് മോഡലിനെ പറ്റിയിട്ട്. അത് പിന്നീട് നമ്മുടെ ഒരു ഡിസ്കഷനിൽ കാപ്പ ആർക്കിടെക്ചർ വന്നപ്പോൾ ഞാൻ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെ ഇത്, അതായത് കാഫ്ക സ്ട്രീംസ് കാപ്പ ആർക്കിടെക്ചറിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് അല്ലെങ്കിൽ റിയലൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കണ്ടു. അതെ അല്ലെ, മറ്റേ പുള്ളിയില്ലേ, ഈ ഒരു ടിം ബർഗ്ലൻഡോ അങ്ങനെ ഒരു പുള്ളിയുണ്ട്. പുള്ളിന്റെ ടോക്ക് കൊടുക്കും കാഫ്കയുടെ ഒക്കെ വലിയ. അപ്പൊ ഞാനത് കാപ്പ ആർക്കിടെക്ചർ മെയിൻ പ്രശ്നം എന്ന് പറയുക, ആദ്യം ഈ ടോക്ക് കണ്ടപ്പോ എനിക്ക് കൺഫ്യൂഷൻ വന്നു. മറ്റേ AWS ലാംഡ ആയിട്ട് ലാംഡ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട എന്താണ്,
ഈ സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിന് അസൂർ ഫംഗ്ഷൻസും ഗൂഗിൾ ഫംഗ്ഷൻസും വരെയും ഇവരുടെ ആയിരുന്നു. ഏത് മറ്റേ AWS ഒരു ഓഫറിംഗ് ഉണ്ടല്ലോ, ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, AWS ലാംഡ എന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് റിസർച്ച് നടത്തണം അതിനെ കുറിച്ച്, ലാംഡ കാപ്പ ആർക്കിടെക്ചർ. അപ്പൊ കഴിഞ്ഞില്ല. അപ്പൊ ഇതാണ് എനിക്ക് ഉണ്ടായിരുന്ന വ്യൂ. അത് കഴിഞ്ഞിട്ട് ഈ അതായത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ എക്സൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് അലക്സ് പെട്രോവിന്റെ ബുക്കിലെത്തുന്നത്, ഡാറ്റാബേസ് ഇന്റേണൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ ഒരു വീഡിയോ കൂടി ഒരു റീസൺ, അതായത് ഈ കാഫ്കയുടെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഇൻസൈഡ് ഔട്ട് ആക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോക്ക് കണ്ടിട്ടുണ്ട്. ഞാനത് ആരുടെയാണ് മറന്നുപോയി, ക്ലിപ്പ്മാൻ ആണോ? അല്ല, അത് നോക്കണം. അപ്പോ അതായത് ഡാറ്റ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പെർസിസ്റ്റൻസ് ആൻഡ് റിട്രീവൽ ഡാറ്റാബേസ് സിസ്റ്റംസ് ആണ്. അപ്പൊ അതിന്റെ ഇൻസൈഡ് ആർക്കിടെക്ചറും ഈ കാഫ്ക പോലത്തെ സിസ്റ്റംസിന്റെ അകത്ത്, അതായത് ഇപ്പം മറ്റേ അവിടുത്തെ കമ്മിറ്റ് ലോഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ അതായത് ഡ്യൂറബിലിറ്റി ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരിക്കും ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു യൂണിഫിക്കേഷൻ കണ്ടു. അതായത് സിസ്റ്റത്തിന്റെ ഇന്റേണൽസ് വെച്ചിട്ട് സെയിം ഡിസൈൻ ആണ് അവിടെ ഇവിടെ എന്നുള്ളത്. അതായത് എനിക്ക് പിടികിട്ടി. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കാഫ്ക നോക്കുമ്പോ ഉണ്ടല്ലോ, അതൊരു മെസ്സേജിങ് സിസ്റ്റം ആണ്, അതൊരു ക്യൂയിങ് സിസ്റ്റം ആണ്, അത് ഒരു ഡാറ്റാബേസും ആണ് ശരിക്കും, അല്ലെ? നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനൊരു കമ്പനിയിൽ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ എന്ന് വെച്ചാല്, അവിടെയുള്ളവന്മാര് കോഡ് ചറ പറന്ന് പുൾ റിക്വസ്റ്റ് ഒക്കെ അയച്ചു കളിക്കുന്നു. അപ്പൊ ഉറപ്പല്ലേ മറ്റേ അധികം ക്യൂ എന്നില്ലെങ്കിൽ എറർ ഉണ്ടാവുന്നു. ഇവന്മാർക്കൊരു പ്രശ്നമില്ല. ഇവന്മാർ എന്ത് ചെയ്തെച്ചാല് ഒരു മണിക്കൂർ കൊണ്ട് ഡാറ്റ വീണ്ടും പമ്പ് ചെയ്ത് കാഫ്കന്ന്. കാഫ്കയുടെ റിട്ടൻഷൻ പീരീഡ് 1 year. എവറി ക്വാർട്ടറിൽ അവർ ആർക്കൈവ് ചെയ്ത് നോക്കും. അത് പക്ഷേ അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാല് വേർഷൻ കൺട്രോളും ഒക്കെ എളുപ്പമായി. പക്ഷേ ഡാറ്റ ഫ്രീക്വൻസി കുറവാണെന്ന് തോന്നണം അവിടെ. അല്ലല്ല, ഫ്രീക്വൻസി ഉണ്ട്. പക്ഷെ അവര് അത് മൾട്ടിപ്പിൾ കാഫ്ക ഇൻസ്റ്റൻസിന്റെ മന്തിനൊക്കെ വെച്ചുണ്ടാക്കി അവരത് ഒപ്പിക്കുന്നുണ്ട്. റെഡിയാ അതന്നെ ടെലികോം കമ്പനിയുടെ CDR ഒക്കെ പ്രോസസ് ചെയ്യണതാ. നല്ല ഓളിയുണ്ട്. IoT ബിസിനസ്സും ഉണ്ട് അവർക്ക്, മനസ്സിലായില്ലേ? അല്ല, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ മോഡൽ ഇഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? അതായത് എന്ത് തെണ്ടിത്തരവും ഞാൻ കാണിക്കും, ഞാൻ തിരിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഇതിപ്പോ പറയൂലേ, എന്ത് എറർ കാണിക്കാനുള്ള ധൈര്യം വന്ന്. സി കമ്പനിക്ക് ഇത്തിരി പൈസ ഉണ്ട്, ആ കോസ്റ്റ് ഇത്തിരി കൂടൂലേ ഇങ്ങനെ വരുമ്പോ. പക്ഷെ ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് മെക്കാനിസം ടു എന്താണ് ടൈം ടു മാർക്കറ്റ് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ എനിക്കിഷ്ടപ്പെട്ടത് ടെക്നിക്ക്. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് ഡാറ്റ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് ഫോക്കസ് ആണ്. അതായത് ഹൗ കാഫ്ക വർക്ക്സ്, ഹൗ RabbitMQ വർക്ക്സ്, ഹൗ സ്പാർക്ക് വർക്ക്സ്. ഇനിയിപ്പോ സ്പാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്റേണൽസ്, അതിന്റെ ചർച്ചയിലേക്കുള്ള ഒരു പ്രവേശിക്കുകയാണ് ഈ സാധനം. ഓക്കെ, സോ you might have written mobile front ends for such analytical systems which is powered by Kafka or Spark. അങ്ങനെ എന്തെങ്കിലും പറയാം, അരുണ് പറയാം. അരുണേ, ഞാൻ സ്പാർക്ക് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പ്രസിദ്ധി, പക്ഷെ പറഞ്ഞോ. അപ്പൊ ആ സ്റ്റോറി പറഞ്ഞു. ഇന്നലെ നിങ്ങള് SQLന്റെ അഗ്രഗേറ്റ് ഫംഗ്ഷൻ പറഞ്ഞപ്പോ സ്പാർക്ക് പറഞ്ഞു തോന്നല്ലേ? അതെ, ഞാനത് ആക്ച്വലി ഒരു ട്രെയിനിങ് ബേസിസിൽ യൂസ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് എന്റെ കൺസംഷൻ സൈഡിലാണ് സ്പാർക്ക്. അപ്പോ ഞാൻ കുറെ നോക്കിയപ്പോൾ എനിക്ക് മാച്ച് ചെയ്തത് അതൊരു SQL മോഡലിൽ അവർ കുറെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ ഉപയോഗിച്ചപ്പോൾ കുറെ ക്വറികൾ സാധാരണ SQL ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത്. അല്ല, പക്ഷെ സ്പാർക്കിന്റെ SQL എന്ന് പറഞ്ഞ സാധനം, അതൊരു ശരിക്കും സ്പാർക്കിന്റെ ഒരു ആർക്കിടെക്ചർ പറയുമ്പോ ഇല്ലേ, RDD എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, റെസിലിയന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ സെറ്റ്.
അതിന്റെ മുകളിൽ ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന്റെ ടൈപ്ഡ് വേർഷനായ ഡാറ്റ സെറ്റ് ഉണ്ട്. അതിന്റെ മുകളിലാണ് ഈ പറയുന്ന ഈ SQL ലെയർ. പിന്നെ അതേമാതിരി തന്നെ PySpark എന്ന് പറഞ്ഞ വേറെ ലെയർ ഉണ്ട്. അപ്പോ ഒരു റിച്ച് പ്രോഗ്രാമിംഗ് മോഡലിലെ ലെയറിൽ ഏറ്റവും എക്സ്പെർട്ടൈസ്, ഇപ്പൊ ഡീറ്റെയിൽസിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് സ്പാർക്ക് ഉപയോഗിക്കേണ്ടത് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ യു ഹവ് ടു ഗോ ടു അറ്റ്ലീസ്റ്റ് ദ ഡാറ്റ സെറ്റ് ലെവൽ. ശരത്തിന് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാ ഡിക്ലറേറ്റീവ് SQL തന്നെ പോണം എന്നുള്ളതാണ്. കാരണം അല്ല, അത് സിസ്റ്റം മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡെഫിനറ്റ്ലി പെർഫോമൻസ് ചെറിയൊരു ഹിറ്റ് ഉണ്ടാവില്ലേ? എന്റെ ഒരു സസ്പിഷൻ. പെർഫോമൻസ് ഹിറ്റ് സാറേ, അത് ചിലപ്പോ ആ സിസ്റ്റത്തിൽ ഇൻഹറന്റ് ആയിരിക്കും, അവർക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റിക്ക് ഇൻഹറന്റ് ആയിരിക്കാം ചിലപ്പോ. അത് എനിക്കറിയില്ല, അറിയില്ല. അതായത് ഇപ്പൊ ശ്രീജിത്തിന് അല്ല, അപ്പൊ ശ്രീജിത്ത് അത് ഒരു റിലേഷണൽ ഡാറ്റാബേസ് ആയിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ആണോ? എനിക്ക് അതുകൂടാണ്ടേ നമ്മൾ ഈ ഡാറ്റ ഫ്രെയിംസിനെ എപ്പോഴും എടുത്തു വെച്ചിട്ട് ആ കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് എപ്പോഴും ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ അപ്പോൾ കുറച്ച് നാളെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണോ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരു മെയിൻ ഡാറ്റ ഫ്രെയിമിനെ എടുത്തിട്ട് നമ്മൾ ഫുൾ ഐട്രേറ്റ് ചെയ്തിട്ടും ഡാറ്റ ഫെച്ച് ചെയ്തിട്ടാണോ ചെയ്യുന്നത്. അതുകൊണ്ടാണോ എന്നൊരു സംശയം എനിക്ക് വന്നു. എനിക്കറിയില്ല. കാരണം എപ്പോഴും നമ്മളൊരു, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്ത രീതിക്ക് പ്രശ്നം കൊണ്ടായിരിക്കാം. കാരണം അതുകൊണ്ടാണോ ഇനി പെർഫോമൻസ്, കാരണം ഞാൻ ആ ഒരു രീതിയിൽ ഫുള്ള് നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മൊബൈൽ ഡെവലപ്മെന്റ് ആണല്ലോ കൂടുതൽ ചെയ്തത്, ആ കോണ്ടെക്സ്റ്റിലാണോ അതെ നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് കോണ്ടെക്സ്റ്റിലാണോ സ്പാർക്ക് ട്രൈ ചെയ്തത്? ഇത് ഇൻഡിപെൻഡന്റ് കോണ്ടെക്സ്റ്റിലാണ്. കാരണം ഡാറ്റ എഞ്ചിനീയറിംഗിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി ഒരു 8 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്തതാണ്. അതാണ് ഞാൻ ചെയ്തത്. മൊബൈൽ എഞ്ചിനീയറിംഗിന്റെ പശ്ചാത്തലത്തിലല്ല അത് ചെയ്തത്. അല്ല, ഇത് നിങ്ങൾ സെഷൻ എടുത്തോ അതിനെ കുറിച്ച്? ഇല്ല, ഞങ്ങൾക്കൊരു ആക്സിലറേറ്റഡ് വർക്ക്ഷോപ്പ് എന്നുള്ള ഒരു ഇതുണ്ട്. ഒരു ശ്രീധ, ഇത് ഈ ഡാറ്റ പാർട്ടീഷനിങ് ഇല്ല, അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള അസംഷൻ ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ ക്ലസ്റ്റർ വൈഡ് ക്യൂറി വന്നു കഴിഞ്ഞാൽ വൻ സ്ലോ ആയിരിക്കും, അങ്ങനെ കുറെ പ്രശ്നമൊക്കെ വരും. കോപ്പി ചെയ്യേണ്ടി വരും. അതായത് എല്ലാത്തിനും നമ്മളൊരു ഫിൽട്ടർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് പാർട്ടീഷൻ കീ ഉണ്ട് അവിടെ. അതല്ല, RDBMSനൊക്കെ ഫുൾ ടേബിൾ സ്കാൻ പ്രോസസ് ചെയ്യണ മാതിരിയെ ഈ SQLന്റെ പ്രൊജക്ഷൻ ടു സ്പാർക്ക് ജോബ്സ് ഇല്ലേ, ഇൻഎഫിഷ്യന്റ് ആയിക്കൂടെ? പക്ഷേ ഹ്യൂമൻ ചെയ്യണേക്കാൾ ബെറ്റർ, അതായത് റൈറ്റ് പാർട്ടീഷൻ, എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് കൂടി കറക്റ്റ് ആവണ്ടേ? അതായത് ഡാറ്റ നമ്മൾ ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ തിങ്കിങ് കറക്റ്റ് ആവേണ്ടത് നമ്മൾ ഫങ്ഷണൽ കോമ്പോസിഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ തിങ്കിങ് കറക്റ്റ് ആവേണ്ടത്. SQL കൊടുക്കുകയാണെങ്കിൽ ഡിക്ലറേറ്റീവ് ആണ്, അതിൽ ഓവർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് കീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ കോഡ് വരാനുള്ള സാധ്യതയുള്ള. അല്ല, അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പൊ നിങ്ങൾ സ്പാർക്ക് ഉപയോഗിക്കുമ്പോൾ ഓഫ് കോഴ്സ് പ്രൊഡക്ടിവിറ്റി കൂടും, ഡൗൺ സ്ട്രീം സിസ്റ്റം കുറച്ചുകൂടി റോബസ്റ്റ് ആവുന്നുള്ള ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഡു വി നീഡ് ടു ഡു എനിത്തിങ് ഓൺ ദ സ്പാർക്ക് engineering and deployment side to enable SQL processing specifically? മറ്റേ ശ്രീത്ത് അത് വിട്ടുപോയതാണെങ്കിലോ? ഒരുപക്ഷെ അതായിരിക്കാം. കാരണം എന്റെ കോണ്ടെക്സ്റ്റ് പക്ഷെ ശരത്ത് പറഞ്ഞോളൂ. കാരണം എനിക്കത് അധികമായിട്ട് പറയാനുള്ളതില്ല. കാരണം എഞ്ചിനീയറിംഗ് സൈഡ് വിട്ടുപോകാനാണ് സാധ്യത. കാരണം ഞാൻ പോയ റൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാർക്കിനെ ഞാൻ SQL ആയിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് PySpark ഉപയോഗിച്ചിട്ട് ഡാറ്റ ഫ്രെയിമും ക്വറീസും പാർട്ടീഷനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ എഞ്ചിനീയറിംഗ് സൈഡ് വിട്ടുപോയതായിരിക്കാം സാധ്യത. അല്ല, ഞാൻ പറഞ്ഞ വെച്ചാലേ ഈ സ്പാർക്ക് ഈ ഡിക്ലറേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനൊക്കെ അവരുടെ പ്രിഫേർഡ് വർക്ക് ലോഡ്സ് ഉണ്ട്. ചെറുതെ അതെ, ഞാൻ പറയാൻ വന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബിഗ്ക്വറിയും ഇപ്പൊ നമ്മൾ പോസ്റ്റ്ഗ്രസ് ആയിട്ട് ക്യൂറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ക്വറി സ്ലോ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം 3 seconds ഒരു ബൂട്ട് സ്ട്രാപ്പ് ടൈം ഒക്കെ എടുക്കും അവിടെ ബൈ ഡിഫോൾട്ട്. ബൈ ദ ടൈം മിക്ക ക്യൂറിയും നമുക്ക് പോസ്റ്റ്ഗ്രസിൽ നിന്ന് കിട്ടും. പക്ഷെ ഡാറ്റയുടെ സ്കെയിൽ മാറുമ്പോൾ ഗെയിം ചേഞ്ച് ആവും, പോസ്റ്റ്ഗ്രസ് വർക്ക് ചെയ്യാൻ കൂടി ഇല്ല. എനിക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ പണ്ട് ഗോഡ് ഒരു ഡിബേറ്റ് ഉണ്ടായി. ഇപ്പൊ ഗോഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സീക്വൻഷ്യൽ പ്രോസസിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് കോഴ്സും പ്രോസസ്സും ഒക്കെ കൂടുതൽ വേണം. പിന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിൽ പോകുമ്പോഴേ അതിന്റെ വെർട്ടിക്കൽ സ്കെയിലിംഗിന്റെ
അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് ഈ സ്മോൾ ഡാറ്റ സെറ്റുമ്പോഴും പിന്നെ ഫോർ കൊഹിറന്റ് ഡാറ്റയുമൊക്കെ എന്താ പറയാ, ഇത് ഡാറ്റ പാർട്ടീഷനിങ്, സ്പ്രോളിംഗ് പാർട്ടീഷനിങ് ഉണ്ടെങ്കിൽ SQL based Spark can actually do better than SQL based Postgres, അല്ലേ? ഉദ്ദേശം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ ഇത് എഞ്ചിനീയറിംഗ് സൈഡിൽ നമ്മൾ സ്പാർക്ക് എങ്ങനെ മോഡൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷെ എനിക്ക് ഇത് എൻ്റെ ഒരു ആശയമാണ്. അതായത് എനിക്ക് തോന്നിയതാണ് അത് ചെയ്തപ്പോൾ. നമ്മൾ ഡേറ്റേനെ പറ്റി അറിഞ്ഞിരിക്കണം, നല്ലൊരു പ്രോഗ്രാം എഴുതണം എങ്കിൽ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതോ നമ്മൾ ഡേറ്റേനെ പറ്റി ശ്രീധ, നമ്മള് കാരണം ഇവിടെ മൊമെന്റ് നമ്മൾ ഡാറ്റ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ആക്സസ് പാറ്റേൺസ് എല്ലാം ഇമ്പാക്റ്റഡ് ആവും. കാരണം ഈ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ, അതായത് പാർട്ടീഷൻ ടോളറന്റ് അല്ലാത്ത സിസ്റ്റത്തിൽ നമുക്ക് ഇൻഡെക്സ് ഒക്കെ ചെയ്ത് പല പരിപാടിയും ചെയ്യാം. കുറെ ഇതുണ്ട്. ഇവിടെ നമുക്ക് ഡാറ്റ ആക്സസ് പാറ്റേൺ അപ്പ് ഫ്രണ്ടും തലയിൽ വേണം. അപ്പോൾ അത് വളരെ അതെ ഡാറ്റ ആക്സസ് പാറ്റേൺ ചെയ്തിട്ടാണ് നമ്മൾ അതാണ് സെൻട്രൽ സിറ്റിസൺ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. അതെന്താണെന്നറിയാമോ? ഈ സിസ്റ്റംസ് ആർ മേക്കിംഗ് അസംഷൻസ് ഓൺ പൊട്ടൻഷ്യൽ വർക്ക് ലോഡ്സ് ഒക്കെ വിച്ച് യു ആർ സപ്പോസ് ടു ഇൻജസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയട്ടെ, സാർ വർക്ക് ലോഡ് എന്ന് പറയുന്നതിനാണ് ഞാൻ ഡാറ്റ ആക്സസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഫെച്ചിങ് ആണല്ലോ. ഓക്കെ, വർക്ക് ലോഡ് ശരിക്കും ഡാറ്റ മ്യൂട്ടേഷൻ ഒക്കെ വരും, അല്ലല്ല? ഓക്കെ, അതാണ് അതിന്റെ ഒരു പാറ്റേൺ അവിടെ വരുന്നത്. ഓക്കെ, അല്ല പക്ഷെ ഞാൻ പറഞ്ഞേ, ഈ സ്പാർക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സ്റ്റോം അല്ലെങ്കിൽ ഏതാണ് പ്രോസസ് പാരലൽ? ഇപ്പൊ സ്പാർക്കിന് ഇപ്പൊ നമുക്ക് പ്ലിങ്ക് ഉണ്ട്, പിന്നെ സ്പാർക്ക് സ്റ്റൈൽ സിസ്റ്റം ഏതാണ്? മറ്റേ അപ്പാഷെ സാംസ ഏതാണ്? അത് സ്റ്റോം ലൈക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. സ്റ്റോം ലൈക്ക് ആണ്. ഓക്കെ, പിന്നെ സ്പാർക്ക് ഡാറ്റ പാരലൽ ഏതാണുള്ളത്? ഡാറ്റ പാരലൽ പിന്നെ ബിക്വറിയിലോട്ടൊക്കെ നമ്മള് ബിക്വറി അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്ലിക്ക് ഹൗസ് ഒരു അതെ ഓപ്ഷനാണ്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. ക്ലിക്ക് ഹൗസ് ഒരു മൈനോറിറ്റി. ഞാൻ പക്ഷെ പറയുന്നു കേട്ടോ, തുടങ്ങണേ മുമ്പ് ഏതാ പറഞ്ഞു? അല്ല, അധീനയുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഈ അത് AWS ന്റെ സർവീസ് ആണോ? സർവീസ് ആണ്, സെർവർലെസ് ആണ്. അപ്പൊ നമുക്ക് ക്വറി ചെയ്യുമ്പോഴാണ് സ്പിൻ അപ്പ് ചെയ്യുള്ളമാര്. അങ്ങനെ റെഡ് ഷിഫ്റ്റ് ഉണ്ട്. റെഡ് ഷിഫ്റ്റ് AWS. അതിന്റെ പുറകില് പോസ്റ്റ്ഗ്രെസ് ആണ് ഉള്ളത്. അത് എനിക്ക് അതല്ല തോന്നുന്നുണ്ട് സാറേ. ഈ റെഡ് ഷിഫ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ അധീന വെച്ച് ഞങ്ങളൊരു സിസ്റ്റം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിക്വറിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിവരമൊന്നുമില്ല ഇതിലൊന്നും എല്ലാത്തിലും, പക്ഷെ ഒരു ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പേപ്പറുകളിലോട്ട് കിടക്കാൻ പറഞ്ഞു. ലാലിന്റെ അവിടെ അപ്പൊ ലാലെ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ കുറിച്ച് ശരത്ത് പുള്ളിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ശ്രീജിത്ത് പുള്ളി വർക്ക് ചെയ്ത സ്പാർക്കുമ പുള്ളി കുറച്ച് കാര്യം ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ ലാലിന്റെ ടേക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം? ഇപ്പൊ HD ഇൻസൈറ്റോ അല്ലെങ്കിൽ spark.net അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാനോ എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വായിക്കാനോ ഒക്കെ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒക്കെ ഇടവന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ സ്കെയിലില് ചെയ്തേക്കണത് അത് പറയാൻ പറ്റില്ല. ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ചെയ്തേക്കണത്. അത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള പോസിബിലിറ്റി ഉള്ള സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും കസ്റ്റം ഇംപ്ലിമെന്റേഷൻ ഒക്കെയാണ്. എന്താ പറയാ, ഒരു സർവീസ് ഉപയോഗിച്ച് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ മറ്റേ അരുണുണ്ടോ അവിടെ?
അയ്യോ ഞാൻ മ്യൂട്ട് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ, അതായത് അഷ്യൂറിന്റെ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലാതെ ഈ ആ അല്ല ഉണ്ട് അവരുടെ ഉണ്ട്. ഡാറ്റ ഫ്ലോ പൈപ്പ് ലൈനോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഈ ബിഗ് ഡാറ്റയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? ആ ആ ഈ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റേ ഡാറ്റ സ്ട്രീം ഒക്കെ ഉണ്ടല്ലോ, AWS അല്ല, ഗൂഗിളിലെ ഡാറ്റ സ്ട്രീം സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ഭയങ്കര ലിമിറ്റഡ് ഇതിലാണ് ചെയ്തേക്കണത്. അങ്ങനെ ലാർജ് സ്കെയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ എൻ്റെ ഒരു കേസിൽ ഞാൻ സത്യം പറയാം, ഞാൻ പ്രൊഡക്ഷനിൽ ചെയ്തേക്കുന്ന സിസ്റ്റം 9 GB ഡാറ്റയ്ക്ക് വേണ്ടിയാണ് ബിഗ് ഡാറ്റ സിസ്റ്റം ഇട്ടിരുന്നവര്. ഉം, ഉം, ഉം. ഇത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേ അല്ല അപ്പൊ അവിടെ BigQuery ഒരു യൂസ് ചെയ്യുന്നുണ്ട്. റെസ്യൂമേ ഡ്രിവൺ ഡിസൈൻ നടക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. പിന്നെ അത് പക്ഷെ ഇവര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അപ്പൊ പൊളിറ്റിക്കൽ പവർ ഒന്നും ഇല്ല ആ ടൈമില്. അപ്പൊ നമുക്ക് ഇത് മറ്റേ എന്താണ് ഡൗട്ട് പോലെ ചോദിക്കാൻ പറ്റുള്ളൂ, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാർ ഇവര് പറയുന്നത് മറ്റേ അതായത് പ്രൊജക്റ്റഡ് ഡാറ്റയ്ക്ക് വേണ്ടിയാന്നൊക്കെയാ പറയണേ. ഇത് ഇത് പ്രൊജക്റ്റഡ് ഡാറ്റ യൂസ്, അതായത് എത്ര ഭാവിയില് ബിസിനസ് സ്കെയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഡാറ്റ വരും. അപ്പൊ അന്ന് പോയി ഒരു റീ എഞ്ചിനീയറിംഗ് ചെയ്യണതിന് പകരം ഇപ്പോഴേ പ്രൊവിഷൻ ഇട്ട് വെച്ചേക്കാം. അതാണ് ആർഗ്യുമെന്റ്. പക്ഷെ അത് കോസ്റ്റ് ജസ്റ്റിഫൈ ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ല പിന്നെ ഈ മുതലാളിക്ക് വരില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ഈ ലാലെ അപ്പൊ നമുക്ക് ചരിത്രത്തിലോട്ട് കിടക്കാം. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ സാധനം പണ്ടേയുള്ള ഐഡിയ മനസ്സിലായില്ലേ? ഇപ്പൊ ഇവൻ പക്ഷേ അത് സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആയിരുന്നു. ഈ എന്തുകൊണ്ടായിരിക്കും ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അത്ര ശ്രദ്ധ പോകാഞ്ഞത് ആദ്യകാലങ്ങളിൽ? നല്ല ഐഡിയ ഉണ്ടോ? അതെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡീസെൻട്രലൈസ്ഡ് ആവാഞ്ഞത് എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ് അങ്ങനെയല്ല, അന്നത്തെ ഈ ടെലികോം ബാക്ക്ബോൺ അത്ര പവർഫുൾ അല്ല. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർക്കസ്ട്രേറ്റഡ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ NFS എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. ഒന്ന് അടിച്ചു നോക്കിയേ NFS. പിന്നെ യുണിക്സിന്റെ മൗണ്ട് ചെയ്യാന്നറിയാലോ, റിമോട്ട് ഡിസ്കുകളൊക്കെ മൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് വോളിയം ആയിട്ട്. സാർ ഇത് സൺ മൈക്രോ സിസ്റ്റത്തിന്റെ ആണോ? 1984 ഇയർ ഡെവലപ്ഡ്. അപ്പൊ അതേമാതിരി മറ്റേ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈവൻ സാംബ ഉണ്ടല്ലോ, സാംബ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സില് SMB, സിമ്പിൾ മെസ്സേജ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാ എക്സ്പ്ലോറർ റിമോട്ട് ഡിസ്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്യണേ. അറിയാലോ അല്ലെ? അപ്പൊ സാംബ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് പണ്ട് മുതലേ ഉണ്ട്. ഇവിടെ കിട്ടിയോ? പിന്നെ എന്തിന് ഈവൻ MS DOSല് നോബൽ നെറ്റ്വർക്ക് വെച്ചിട്ട് ആൾക്കാര് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ഒക്കെ എഴുതുക. മനസ്സിലായില്ലേ? പക്ഷെ അത് കുറച്ചും കൂടി ഒരു ഫയൽ ഷെയറിംഗ് ടൈപ്പ് സിസ്റ്റം ആയിരുന്നു. ഇവിടെ കിട്ടിയോ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ഈ പ്രോസസിംഗ് എന്ന് അത്ര പോപ്പുലർ അല്ല. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് പുൾ ചെയ്തെടുത്തിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇപ്പൊ എന്റെ അറിവിൽ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള 2 ഫ്രെയിംവർക്ക് എന്തായിരുന്നു വെച്ചാല് ഈ MPI, മെസ്സേജ് പാസിംഗ് ഇന്റർഫേസ്. ഒന്ന് അടിച്ചു നോക്കി. കിട്ടിയോ? പിന്നെ PVM, പാരലൽ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞത്. ഇത് സിയിലൊക്കെ കോഡ് ചെയ്യണം നിങ്ങൾ. മനസ്സിലായില്ലേ? ഒരു തരം ഏജന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ്. പിന്നെ നിങ്ങള്
ഗ്രേറ്റ് ഇന്റർനെറ്റ് പ്രൈം സെർച്ച് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല ഗ്രേറ്റ് ഐഡിയ ഉണ്ട് പക്ഷേ അതായത് സ്ക്രീൻ സേവറിന്റെ സമയത്തെ നിങ്ങളുടെ അവിടെ ഏജന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കമ്പ്യൂട്ടർ ചെയ്തെടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. അതിന് ഇവരും യൂസ് ചെയ്തായിരുന്നു. മറ്റേ നാസയോ സെറ്റിയോ എന്തോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സാറ്റലൈറ്റ് ഡാറ്റ പ്രോസസ് ചെയ്യാൻ നമുക്ക് അവരുടെ സ്ക്രീൻ സേവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ സേവർ റൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സിസ്റ്റത്തിൽ പ്രോസസ് ചെയ്യും. അങ്ങനെ പിന്നെ ഇതേ മെത്തേഡ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പൈലേഷൻ നടത്തുന്ന ഒരു ബിൽഡ് സിസ്റ്റമാണ് ഇൻക്രെഡിബിൾഡ് എന്ന് അടിച്ച്. ഇൻക്രെഡിബിൾ ഇസ്രായേലി കമ്പനിയാണ് ഈയിടയ്ക്ക് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇൻക്രെഡിബിലിറ്റി ഞാൻ വളരെ ലേറ്റ് 2010 ഞാൻ എൻകൗണ്ടർ ചെയ്യണേ. ഞാൻ വർക്ക് ചെയ്ത ഒരു ലാർജ് പ്രൊജക്റ്റില് ഒരു ഓഫീസിലെ എല്ലാ മെഷീനിലും ഇൻക്രെഡിബിളിന്റെ ഏജന്റ് ഒക്കെ ഉണ്ട്. മനസ്സിലായി? ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യും. അതേമാതിരി ഡിവൈസ് ഡ്രൈവറിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ. അപ്പൊ ഇതൊക്കെ സ്റ്റോറേജും ഇതിനെ കുറിച്ചാണ്. അപ്പൊ ഒരു പ്രോസസിങ്, പിന്നെ പാരലൽ വെർച്വൽ മെഷീൻ PVM ആണ് ഒരു ഇനിഷ്യേറ്റീവ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവര് RPC കൊണ്ടുവന്നത്, റിമോട്ട് പ്രൊസീജിയർ കോൾ. കേട്ടിട്ടുണ്ടോ? അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പണ്ട് വെണ്ടർ സ്പെസിഫിക് ആയിരുന്നു. ഇപ്പൊ TCP/IP പ്രോട്ടോകോൾ കോമൺ ആയത് ഇപ്പൊ എന്റെ ചെറുപ്പത്തിലേക്ക് TCP/IP വിൻഡോസിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അല്ല. അറിയോ ചെറുത്? നെറ്റ് ബയോസ് എക്സ്റ്റെൻഡഡ് യൂസർ ഇന്റർഫേസ് ആണ്, NetBEUI ആയിരുന്നു വിൻഡോസിന്റെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. TCP/IP ഓപ്പൺ, ഈവൻ സോക്കറ്റ് API പോലും മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയതല്ല, ബേർഡ്സ് ഓഫ് ഫെദർ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാ. പിന്നെ മൈക്രോസോഫ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് വിൻഡോസ് ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ. മനസ്സിലായില്ലേ? പിന്നെ ക്ലയന്റ് സർവർ സിസ്റ്റം TCP മാത്രമായിരുന്നില്ല കാൻഡിഡേറ്റ്സ്. അവിടെ AT&Tയുടെ TLI സ്ട്രീംസ് ഇന്റർഫേസ് ഉണ്ടായിരുന്നു. പിന്നെ X.2 ഇപ്പൊ ഇന്റർനെറ്റ് ഒരു പാക്കേജ് നെറ്റ്വർക്ക് ആണല്ലോ. X.25 എന്നുള്ള പോയിന്റ് ടു പോയിന്റ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ RPC ആണ് അത് കുറച്ച് പോപ്പുലറൈസ് ആയത്. അപ്പൊ RPC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, OSF-DCE എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ RPC എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആൾക്കാർ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു മെഷീനിൽ നിന്ന് വേറെ മെഷീനിലോട്ട് ഒരു സോക്കറ്റ് പ്രോഗ്രാം വെച്ചിട്ട് ഒരു ഡാറ്റയോ ഒരു കമ്പ്യൂട്ടേഷന്റെ റിസൾട്ടോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സെയിം കോഡ് തന്നെ ആൾക്കാർ ഉപയോഗിക്കണേ. ഫസ്റ്റ് തന്നെ എന്താ പറയാ, ഒരു ക്ലയന്റിന്റെ പോയിന്റ് ഒരു സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ലോക്കൽ പോർട്ടലോട്ട് അല്ല ഒരു റിമോട്ട് എൻഡ് പോയിന്റിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. അത് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റിമോട്ട് ഇത് ചെയ്തിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് കണക്ഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൂപ്പിൽ കയറിയിട്ട് ഡാറ്റ അങ്ങോട്ട് വിടുക. ഇതാണ് ക്ലയന്റിന്റെ. സെർവർ ആണെങ്കിൽ ഒരു സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ക്രിയേറ്റ് ചെയ്യും, ലോക്കൽ പോർട്ടലോട്ട് ബൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലിസൺ ക്യൂവിന്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യും, എന്റെ ആസെപ്റ്റിൽ പോയി തൂങ്ങിക്കിടക്കും. എന്നിട്ട് ഇവിടുത്തെ കണക്ട് അവിടെ ആസെപ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മറ്റേ ഈ ഡാറ്റ മറ്റേ അവിടെ ഒരു പുതിയ ത്രെഡ് തുടങ്ങിയിട്ട് ആ ത്രെഡും ക്ലയന്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ക്ലയന്റ് സെർവർ പാരാഡിമിലാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇത് റിലേ വെച്ചിട്ടാണ്, അതായത് ഒരു സോക്കറ്റ് ഒരു ക്ലയന്റ് സെർവർ പാരാഡിം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രോക്സി ഒക്കെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് റിലേ ചെയ്യും, ഫോർവേഡ് ചെയ്യും റിക്വസ്റ്റ്. അങ്ങനെയാണ് ഒരു പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ആണ് ഇപ്പോഴും TCP/IP. അപ്പോ ഈ കോഡ് സിമിലറാ വേൾഡിലെ എല്ലാ സിസ്റ്റത്തിലും. അപ്പോഴാണ് ഇവര് കണ്ടുപിടിച്ചത് വൈ കാന്റ് ബി ജനറേറ്റ് ഇറ്റ്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി, ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, ആ ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജിൽ നിങ്ങൾ ഒരു ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് എഴുതി കഴിഞ്ഞാൽ
ആ ഐഡിയൽ ടു സി കമ്പൈലർ അല്ലെങ്കിൽ ഐഡിയൽ ടു ജാവ കമ്പൈലർ അതിനെ ക്ലയന്റ് കോഡും സെർവർ കോഡായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ മറ്റേ എന്താ പറയാ ആ സാധനം ഈ ക്ലയന്റും സെർവർ കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനെ ഈ പ്രോക്സി സ്റ്റബ് എന്നും സ്റ്റബ് സ്കെലറ്റൻ എന്നും വിളിക്കാറുണ്ട് ഓരോ കമ്മ്യൂണിറ്റി. മനസ്സിലായില്ലേ? അതായത് എ സെറ്റ് ഓഫ് കോഡ് വിച്ച് ആക്ട്സ് ആസ് എ ക്ലയന്റ് എൻഡ് പോയിന്റ് ആൻഡ് സെറ്റ് ഓഫ് കോഡ് വിച്ച് ആക്ട്സ് ആസ് എ സെർവർ എൻഡ് പോയിന്റ്. അതിനാണ് ഈ ക്ലയന്റ് സ്റ്റബ് സ്കെലറ്റൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ കിട്ടിയ അതായത് ഒരു ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ ആ ഫംഗ്ഷൻ കോളിന്റെ ഡാറ്റ മാർഷൽ ചെയ്യാന്ന് പറയും, എൻകോഡ് ചെയ്യുക. അതിനുവേണ്ടി നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ എന്നും എക്സ്റ്റൻസിബിൾ ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ ഓപ്പൺ സ്റ്റാൻഡേർഡും XDR മൈക്രോസോഫ്റ്റിന്റെ ആണ്. അപ്പൊ XDR ലിറ്റിൽ എൻഡിയൻ ആയിരുന്നു, മറ്റേത് ബിഗ് എൻഡിയൻ ആയിരുന്നു. അപ്പൊ ആ മറ്റേ RPC കമ്പൈലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനിഷനെ സി കോഡാക്കി മാറ്റി ക്ലയന്റിനും സെർവറിനും വേണ്ടി ഈ ലൈബ്രറി നിങ്ങൾ കൊണ്ടുപോയി അപ്പുറത്തും ബൈൻഡ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ലോക്കൽ ഫംഗ്ഷൻ വിളിക്കണ മാതിരി നമുക്ക് റിമോട്ട്ലി വിളിക്കാം. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ കുറെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടിയ അപ്പൊ മൈക്രോസോഫ്റ്റും വെറുതെ ഇരുന്നില്ല. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്ത് MS RPC ഉണ്ടാക്കി. എന്നിട്ട് അവരും ഈ ഗെയിമിൽ കയറി. പക്ഷെ അതിനിടയ്ക്കാണ് ഈ മൈക്രോസോഫ്റ്റ് DCOM വർക്ക് ചെയ്യണത്, ഡിസ്ട്രിബ്യൂട്ടഡ് കോമ്പണന്റ് ഒബ്ജക്ട് മോഡൽ ഫ്രെയിംവർക്കിലോട്ട് വർക്ക് ചെയ്യണത്. അപ്പൊ DCOM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPC തന്നെ, പക്ഷെ അത് ഒബ്ജക്ട് റിലേഷണൽ ഒബ്ജക്ട് റിമോട്ട് പ്രൊസീജിയർ കോഡാണ്, ORPC. അപ്പോ അങ്ങനെ വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ORPC വെച്ചിട്ട് DCOM-ഉം കോർബ IIOP എന്നുള്ളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി, ഇന്റർ ORB പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ട് അവരും ഈ റിമോട്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഒബ്ജക്ട് ഓറിയന്റഡ് ലെവലിൽ. ഇവിടെ കിട്ടിയ അപ്പൊ കോർബ മോസ്റ്റ്ലി C++ലും DCOM മോസ്റ്റ്ലി C++ ഓൺ വിൻഡോസ് ആണ് ചെയ്തിരുന്നത്. വിഷ്വൽ ബേസിക് ഒക്കെ പിന്നെ ആ ഗെയിമിലോട്ട് വന്നു. അപ്പോ ഈ പ്രൊപ്രൈറ്ററി സ്റ്റാൻഡേർഡ്സ് കഴിഞ്ഞ് ഈ യുണിക്സിന്റെ ഡാറ്റ മൗണ്ടിങ് അങ്ങനത്തേക്ക് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ ആ ഇറ കഴിഞ്ഞ് RPCയുടെ ഇറ കഴിഞ്ഞിട്ട് ഒബ്ജക്ട് RPCയിലോട്ട് ഇവോൾവ് ചെയ്തു. ഓക്കെ, അപ്പോ കുറെ കമ്പനികള് കോർബ ബ്രിഡ്ജ് ഒക്കെ എഴുതി പൈസ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? കോം പാക്കറ്റിനെ കോർബ പാക്കറ്റ് ചെയ്ത് ഫോർവേഡ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ പോകുമ്പോഴാണ് XML സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു, എന്തിനാണ് ഈ ബൈനറി ഡാറ്റ അയക്കുന്നത്? അതിനിടയ്ക്ക് ജാവ RMI എന്നൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു, റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. അത് ജാവ ഓൺലി ആയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അടുത്ത വെർഷനിൽ RMI ഓവർ IIOP കൊണ്ടുവന്നു. അതോടെ ഓട്ടോമാറ്റിക്കലി എവരി RMI പ്രോഗ്രാം ബിക്കെയിം എ കോർബ അത് EJBക്ക് വേണ്ടി കൊണ്ടുവന്നത്. എവരി EJB കോമ്പണന്റ് ബിക്കെയിം എ കോർബ കോമ്പണന്റ്. അതോടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കോർബ പ്രാക്ടിക്കലി ജാവ കോർബയെ കൊന്നു എന്നേ പറയാനുള്ളൂ. പക്ഷെ ഇന്നും ACE ORB എന്ന് പറഞ്ഞൊരു ORB ഉണ്ട്. അത് ഈ ഡഗ്ലസ് ഷ്മിഡും ഗ്രൂപ്പും ഉണ്ടാക്കിയതാണ്. അപ്പൊ ഡഗ്ലസ് ഷ്മിഡിന്റെ ഒരു ബുക്ക് ഉണ്ട്, C++ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡഗ്ലസ് ഷ്മിഡിന്റെ കോഴ്സ് ഒക്കെ ഉണ്ട്. ശരത്ത് കണ്ടിട്ടുണ്ടോ ഡഗ്ലസ് ഷ്മിഡിന്റെ കോഴ്സ്? ഉണ്ട്. ഈ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. അഡാപ്റ്റീവ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് എന്നാണ് അതിന്റെ പേര്, ACE. എന്റെ 2 കോപ്പി എന്റെ ഇരിപ്പുണ്ട് ബുക്ക്. late 90s ഞാൻ വാങ്ങിച്ചു. അയാൾ എന്ത് ചെയ്തു, ഈ ACE ORB ഉണ്ട്, ടാവോ. ഇപ്പൊ ടാവോ ചില്ലറ സോഫ്റ്റ്വെയർ ഒന്നുമല്ല, സീമെൻസിന്റെ ടീം സെന്റർ ഒക്കെ വർക്ക് ചെയ്യണ അതിന്റെ മുകളിലാണ്. അപ്പൊ ചെറുത്തെ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചർ സീമെൻസ് ചെയ്യുന്നതാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ എക്ലിപ്സിന്റെ റിച്ച് ക്ലയന്റ് പ്ലാറ്റ്ഫോം ആണ് ഒരു സ്ഥലത്തെ യൂസർ ഇന്റർഫേസ്. അത് ഭയങ്കര അസ്വാഭാവികമായിട്ട് തോന്നി. നോക്കിയപ്പോ അപ്പുറത്ത് ടാവോ ആണ്, RMI വെച്ചിട്ട് RCP കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. 0 ലൈൻ കോഡ് എഴുതി അവര് 2 സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്ത്. അല്ലെങ്കിൽ എന്തോരം കോഡ് ഏതാണെന്ന് നോക്ക്. അപ്പൊ ടീം സെന്റർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇതുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇൻസൈറ്റ് ആയിരുന്നു എന്റെ. ഇപ്പൊ ടാവോ അവിടെ ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കലി
Java EJB became the Corba for the 2000s. മൈക്രോസോഫ്റ്റ് DCOM കഴിഞ്ഞിട്ട് .NET വന്നപ്പോ .NET റിമോട്ടിംഗ് ഉണ്ടാക്കിയെങ്കിലും അവര് ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ആൾക്കാര് അവരെല്ലാവരും പറഞ്ഞു XML വെച്ചിട്ട് നമുക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ XML RPC പലരും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് SOAP ഉണ്ടായത്. SOAP is a standard for XML based RPC. SOAP. ഓക്കെ. 2000 റോയ് ഫെൽഡിങ് മറ്റേ അയാളുടെ PhD ഡിസർട്ടേഷന്റെ ഭാഗമായിട്ട് മറ്റേ CRUD ഓപ്പറേഷനും HTTP വെർബും തമ്മിലുള്ള സിമിലാരിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹൈ ഫിഡലിറ്റി സിസ്റ്റം എഴുതാനുള്ള പേപ്പർ പബ്ലിഷ് ചെയ്തത്. അത്ര പോപ്പുലർ ഒന്നും ആയില്ല, പക്ഷേ റൈറ്റ്ലി അറൌണ്ട് ദ മൊബൈൽ പെനിട്രേഷൻ റസ്റ്റ് പോപ്പുലർ ആയി. പക്ഷേ റസ്റ്റ് എന്ന് പറയുന്ന സാധനം ഞാനായിരുന്നു ആദ്യമായിട്ട് ട്രൂ റസ്റ്റ് സെർവർ എഴുതേണ്ടിയിരുന്നത്. പക്ഷേ അത് പകുതി വെച്ചിട്ട് നിന്നുപോയി. ഓക്കെ, ഒരു പ്രോജക്റ്റ് നടക്കണ്ടായിരുന്നു. അപ്പൊ ആ ഡെവലപ്പറിന് ലാസ്റ്റ് സ്റ്റേജിൽ ഇത് പോയി. പക്ഷെ ഞാൻ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് വേറൊരു കമ്പനിയിൽ അത് ചെയ്തു. അങ്ങനെ അങ്ങേരാണ് അത് ചെയ്തത്. അത് എന്റെ കമ്പനിയിൽ അത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ദാറ്റ് ഡെവലപ്പർ ചോക്ഡ്. ഓക്കെ, റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം വിത്തൗട്ട് ഹാവിങ് എ ROC ഫ്രെയിംവർക്ക് ബിഹൈൻഡ് യുവർ റെസ്റ്റ് യു ആർ ഓൺലി ഡൂയിങ് HTTP endpoint. അപ്പൊ ASP.NET വെബ് APIയും ഈ ജാവയിൽ എഴുതുന്ന JAX-RSഉം സ്പ്രിംഗ് റെസ്റ്റും ഒക്കെ 90% മറ്റേ HTTP endpoints ആണ് എഴുതുന്നത്, അല്ലാണ്ട് ഒരു റെസ്റ്റിന്റെ ട്രൂ സെൻസ് അല്ല. അപ്പൊ നെറ്റ് കേർണൽ എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞൂടാ. റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് ഒരു ബുക്ക് ഉണ്ട് ഓറയിലുണ്ട്. ആ ബുക്ക് വിൽ ആക്ച്വലി ഗിവ് യു ഇൻസൈറ്റ് ഇൻ ടു ROC. അപ്പൊ അതാണ് റെസ്റ്റിന്റെ കാര്യം. അപ്പോ പിന്നെയാണ് ഈ ഗൂഗിളിന്റെ എമർജൻസ് ലേറ്റ് 90s 98 വരുന്നത്. പ്രസിദ്ധി അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവോ? അതായത് ഒരു റെസ്റ്റ് എഴുതുന്നത് സാധാരണ രീതിയിൽ എഴുതിയിട്ട് HTTP എൻഡ് പോയിന്റ് ആവും. അതല്ല റെസ്റ്റ് എഴുതുന്ന ആ ഒരു ഐഡിയ ഒന്നുകൂടി ഒന്ന് ഇത്തിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഈ എന്താണ് അല്ല, അപ്പൊ ലെറ്റ് us walk with me. What is the difference between REST? What is REST? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഐഡിയ? എന്റെ മനസ്സിൽ റെസ്റ്റ് ശരിക്കും HTTP എൻഡ് പോയിന്റ് തന്നെയായിരുന്നു. ഓൺലി തിങ് ഇസ് ദാറ്റ് നമ്മൾ ഡേറ്റ ഫ്രെയിംസിനെ ഒന്ന് സ്ട്രക്ചർ കൊടുത്തിട്ട് മിനിമൈസ് ഡേറ്റ വേർഷൻ ആക്കുന്നതാണ് റെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അല്ല, അടിസ്ഥാനപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയുന്നത് പണ്ട് XML ഉപയോഗിച്ചു ഇപ്പൊ റെസ്റ്റ് മറ്റേ JSON ഉപയോഗിക്കുന്നു. ഇതാണ് മിക്ക ആൾക്കാരും കാണുന്ന മെയിൻ സാധനം. പിന്നെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. XML ഡോക്യുമെന്റ് സെൻട്രിക്, SOAP ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് എന്നാ പറയുന്നത്. യു ആർ സെൻഡിങ് ഡോക്യുമെന്റ്സ് അക്രോസ് ദ സിസ്റ്റം. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് അയക്കുന്നു. ഈ റെസ്റ്റിൽ നിങ്ങൾക്ക് XML പേലോഡ് അയക്കാട്ടോ. പക്ഷെ ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് XML ഉപയോഗിച്ചിട്ട് അത് SOAP ആവുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഡോക്യുമെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് കിട്ടും. അതാണ് SOAP. റെസ്റ്റ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ രണ്ട് സിസ്റ്റം തമ്മിൽ ഡാറ്റ ഇത് ചെയ്യുമ്പോൾ ആ റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ആണ്, അതായത് ഡർട്ടി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പെർട്ടിനന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വാല്യൂ ഒബ്ജക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് റെസ്റ്റ്. എന്നിട്ട് സെർവറിൽ ഒരു മെർജ് സ്വഭാവമുണ്ട്. എൻറ്റിറ്റീസ് ആക്സസ് റെസ്റ്റിൽ വരാറില്ല. മനസ്സിലായില്ലേ? എൻറ്റിറ്റീസിന്റെ പ്രൊജക്ഷൻസേ വരുള്ളൂ ഇങ്ങോട്ട്. അതാണ് ഫസ്റ്റ് ഇത്. അപ്പൊ റെസ്റ്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഈവൻ പ്രോസസ്സ് പോലും ഡാറ്റ ആക്കി കൊടുക്കണം. കിട്ടിയാ? ഹലോ, ഓക്കെ. അപ്പൊ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷിജു വർഗീസിനെ നിന്ന് കിട്ടിയതാണ്. ഞാൻ എവിടെ നിന്നാണ് ഇതില്ല, ബട്ട് ഹി ഗേവ് എ വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ ഇൻ 2000. അതായത് പുള്ളിയുടെ ഒരു ശിഷ്യൻ ഒരു സെഷൻ എടുക്കും. അപ്പോ ASP.NET വെബ് API കുറിച്ച്. അപ്പൊ ആ സമയത്ത് മൈക്രോസോഫ്റ്റ് പറഞ്ഞിരുന്നത് WCF REST സർവീസസ് ഉപയോഗിക്കാനാണ്. അപ്പൊ ഒരു ചോദ്യം വന്നു ഓഡിയൻസ് ചെയ്യുന്നത്, WCF REST സർവീസസ് ഉള്ളപ്പോ എന്തിനാണ് മറ്റേ
റെസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യൻ കുഴഞ്ഞു. അത് പറഞ്ഞ് എന്റെ കാർ ഡ്രൈവറിന് ഉത്തരം പറയാൻ പറ്റുന്നു, ഷോഫറിനോട് മനസ്സിലായില്ലേ? ശിഷ്യൻ എന്ത് ചെയ്തു? ഗുരുവിന് എടുത്തു കൊടുത്തു. അപ്പൊ ഗുരു എന്ത് പറഞ്ഞു? WCF rest is not a perfect client. Not to become a rest client and or a rest infrastructure, you should have certain traits എന്ന് പറഞ്ഞു. അതായത് റെസ്റ്റില് പുള്ളി പറഞ്ഞതിന്റെ, ഞാൻ പുള്ളിനെ വെറുതെ മിമിക് ചെയ്താ, പുള്ളി പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താ, ഞാനത് പല സ്ഥലത്തും അത് ഉപയോഗിച്ച് ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ശത്രുക്കളുടെ നിന്ന് പഠിക്കുന്നതാണ്. ഇവിടെ കിട്ടിയ ഓക്കെ. അപ്പൊ പുള്ളി പറയണ എന്താ വെച്ചാല്, ഒരു റെസ്റ്റ് ക്ലയന്റ് ഒരു URI-ല് ഒരു ID ഇല്ലാത്ത ID വെച്ചിട്ട് പുള്ളി ഒരു റിക്വസ്റ്റ് വിട്ടാൽ, അപ്പോ ഒരു പുതിയ എൻറ്റിറ്റി അല്ലെങ്കിൽ പുതിയ ഒരു ഡാറ്റ, ആ ഏതിനാണോ നിങ്ങൾ ചോദിച്ചത് അതിന്റെ ഒരു പുതിയ റെക്കോർഡ് ആഡ് ചെയ്യാനുള്ള സ്ക്രീൻ വന്നെന്നാ പുള്ളി പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളത് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് പോസ്റ്റ് ബാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് തിരിച്ച് അത് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാത്തിലും മറ്റേ എന്താ പറയാ, ഈ പേജിനേഷനും ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് കാണാനും, അതായത് ഒരിക്കലും റെസ്റ്റ് ക്ലയന്റ് പൊട്ടരുത്. ഇവിടെ കിട്ടിയ അതാണ് പുള്ളി പറഞ്ഞതിന്റെ രത്നസുഖം. ലാലോ ശരത്തോ ഇതുവരെ എനിക്കൊരു ബ്രില്യന്റ് ഫ്രെയിംവർക്കായിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളി അവിടെ നിന്നാണ്, ഞാൻ എവിടെ നിന്ന് അഭ്യാസം കണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് അപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. അതായത് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞൊരു ഒരു പാരഡൈം പറയാണ് ചെയ്തത്. അതാണ്. അതെ, അല്ല അത് അപ്പൊ അതിന്റെ അവിടെ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, അത് ജനറിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എൻഡ് പോയിന്റിന്റെ പുറകില് ഒരു റിസോഴ്സ് മാനേജർ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ റിസോഴ്സിന്റെ സ്ലൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ റിസോഴ്സ് മാനേജർ വിൽ ടേക്ക് കെയർ ഓഫ് മെർജിങ് ഇറ്റ് ഓർ റിട്രീവിങ് ഇറ്റ് എല്ലാം. പിന്നെ ഇപ്പൊ എനിക്ക് എന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റെസ്റ്റിന്റെ ഓരോ ഇപ്പൊ ഒരു കോമ്പോസിറ്റ് ഡാറ്റയുടെ ഓരോ സ്ലൈസും വേറെ വേറെ ആയിട്ടൊരു പ്രത്യേക ഡാറ്റാബേസിൽ സ്ലൈസ് ചെയ്തിട്ട് ആ അസംബ്ലിംഗ് ജോബ് റിസോഴ്സ് മാനേജറിനെയാണെന്നാണ് വിചാരിക്കുക. അല്ലാണ്ട് വെറുതെ ഒരു ക്യാരക്ടർ ലാർജ് ഒബ്ജക്റ്റ് കൊണ്ടുപോയി പെർസിസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ കിട്ടിയ അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ മെറ്റാഡാറ്റ ടേബിളും ഒരു സിംഗിൾ ഡാറ്റയിൽ ഒരു പ്രത്യേക രീതിയിൽ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യണം. ക്യാരക്ടർ ഒബ്ജക്റ്റ് ആയിട്ടും സെർച്ചബിൾ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ കീ ഫീൽഡ്സ് ഫ്ലാറ്റൻ ചെയ്തിടണം. ഞാൻ അതിനെ വിളിച്ചത് ലൊക്കേറ്റർ കണ്ടന്റ് മോഡൽ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധനം കോളമായിട്ട് കൊടുക്കണം, അത് പിന്നെ കണ്ടന്റ് ക്ലോബ് ആയിട്ട് വിടണം. മെറ്റാഡാറ്റയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ലൊക്കേറ്റർ കണ്ടന്റ് മോഡൽ ഞാൻ ഉണ്ടാക്കിയതല്ല, എറിക് തോംസൺ ഒലാബ് സൊല്യൂഷൻസിനാണ് ലൊക്കേഷൻ കണ്ടന്റ് മോഡൽ എന്ന് പുള്ളി പറയുന്നത്. പുള്ളിയാണ് മൈക്രോസോഫ്റ്റിന്റെ മൾട്ടി ഡയമെൻഷണൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാക്കിയത് ഹൈപ്പീരിയനിൽ വെച്ച്. അപ്പൊ പുള്ളിയുടെ നിന്ന് എടുത്ത ഐഡിയ ആണ്. അപ്പോ ഇത് നിതിൻ വർഗീസ് DLT ലെഡ്ജറിൽ അത് ചെയ്തപ്പോ ഒരു ഗുണം കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 16 മിനിറ്റ് എടുത്തിരുന്ന സാധനം 39 സെക്കൻഡില് റിസൾട്ട് കണ്ടു, ഒരു ബിഗ് ക്വയറി. മനസ്സിലായില്ലേ? അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ അത് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് ഇവര് ഡാറ്റ പല സ്ഥലത്തു നിന്ന് പുള്ള് ചെയ്ത് സ്ട്രീംസ് മെർജ് ചെയ്താ ചെയ്തിരുന്നത്. ഇവിടെ കിട്ടിയ അപ്പൊ ഈ സ്കീം ഉപയോഗിച്ചപ്പോ മറ്റേ ബിഗ് ഡാറ്റയിലെ സ്റ്റാർ സ്കീമേ ഉണ്ടായത്. ബിഗ് ഡാറ്റയിലെ സ്റ്റാർ സ്കീമ ഇങ്ങനെ മോഡൽ ചെയ്യണം. ഇവിടെ കിട്ടിയ ശ്രീത്തെ അപ്പൊ അങ്ങനെ ഒരു റിസോഴ്സ് മാനേജർ നിങ്ങളെ ബാക്ക് ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് പുതിയ സ്കീമ ഉണ്ടാക്കാനും നിങ്ങളൊന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? ആ സിസ്റ്റമിൽ മാനേജ് ഒരു മെറ്റാഡാറ്റ റെസ്റ്റ് എൻഡ് പോയിന്റും പിന്നെ ഡാറ്റ ഇങ്ങനെ എൻ്റർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്ന് വെച്ചാല്, ഒരു പുള്ളി എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് റെസ്റ്റിനെ കുറിച്ച് അറിയാൻ ഒരാളെ വേണമെന്ന്, എക്സ്പെർട്ട്. അപ്പൊ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, തനിക്ക് എന്താ അറിയാൻ റെസ്റ്റ്, താൻ ഒരു ഇതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴായിരുന്നു നായര, ഇവിടെ നായരെ താൻ എന്തൊട്ട് പുണ്ണാക്ക് സാധനം പറഞ്ഞു.
തനിക്ക് റെസ്റ്റ് തനിക്ക് അറിഞ്ഞോളൂ, തനിക്ക് HTTP എൻഡ് പോയിന്റ് അറിയാൻ പാടുള്ളൂ. അപ്പൊ വ്യത്യാസം ചോദിച്ചു. അതിപ്പോ റേസൺ ഉണ്ട്, ജേസൺ ഉണ്ട്. പിന്നെ അടിപൊളിയായി എന്നിട്ട് ലാസ്റ്റ് റിസോഴ്സ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിനെ അവിടെ അടിച്ചിരുത്തി. അങ്ങനെയാണ് ഈ ROC. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇടയിൽ തപ്പി കഴിഞ്ഞപ്പോൾ ROC ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ സിസ്റ്റം വിഭാവനം ചെയ്തത്. അതിന്റെ ഗോയിൽ എഴുതിയേക്കണ കുറെ കോഡുണ്ട്. ഗോ ലാംഗ്വേജിന്റെ ലിമിറ്റാണ്. ഒരു മെറ്റാഡാറ്റ മാനേജർ എഴുതാനുള്ള ഹെൽപ്പ് ആ ഡെവലപ്പറിന് ഇല്ലാത്തതുകൊണ്ട് അത് മുന്നോട്ട് പോയില്ല. പക്ഷെ നിതിൻ വർഗീസ് അത് എടുത്തിട്ട് അയാളുടെ അവിടെ കമ്പനിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോ ROCയെ പുള്ളി വിശേഷിപ്പിച്ചത് സാഗ പാറ്റേൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രേഷൻ പോലെ ഉപയോഗിക്കാവുന്നതാണ്. സാഗ പാറ്റേണിന്റെ ഒരു കണിക അതിനുണ്ട്. ഇപ്പൊ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വേൾഡിലും ROC മായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് വേണം. അപ്പോ അതൊരു അതിന്റെ സൈഡ് എഫക്ട് മാത്രമാണ്. റസ്റ്റിന്റെ കീ പ്രിൻസിപ്പിള് HATEOS എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടെന്നാണ്. അത് HATEOS. ഓക്കെ, അത് എനിക്ക് അതിനെ കുറിച്ച് ഇനിയിപ്പോ അതായിരിക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അത് കേട്ടപ്പോ തർക്കിക്കാൻ പോലും തോന്നില്ല. അടിപൊളി ഒബ്സർവേഷൻ ആയിരുന്നു. മനസ്സിലായില്ലേ? അല്ല, അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. റെസ്റ്റ്ഫുൾ URL ഉണ്ട്, റെസ്റ്റ്ഫുൾ സർവീസസ് ഉണ്ട്, റെസ്റ്റ്ഫുൾ ഫോംസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ റെസ്റ്റ്ഫുൾ URL എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു URI കൊടുത്തു കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് എ റെസൊല്യൂഷൻ വഴിയാണ് മറ്റേ റൗട്ട് ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പോ ഈ റെസ്റ്റ്ഫുൾ ഫോംസ് അല്ലെങ്കിൽ റെസ്റ്റ്ഫുൾ ഇന്ററാക്ഷൻ ഇത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒരു ട്രൂ റെസ്റ്റ് മിക്കവരും എഴുതിയിട്ടില്ല. അൺലെസ് ദർ ഇസ് എ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് ഫ്രെയിംവർക്ക് ബിഹൈൻഡ്. അല്ലെങ്കിൽ അത് വെറും HTTP എൻഡ് പോയിന്റാ ചെയ്തത്. വെറുതെ ഡാറ്റ എക്സ്ചേഞ്ച് കോൺഡ്യൂട്ട് ആയിട്ട് മാറുന്നു. ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് റെസ്റ്റും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാമരന്മാർ പറയുന്ന മാതിരി XML വരെ JSON ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? സ്പേസ് കുറയും. അതൊക്കെ ഫിസിക്കൽ വ്യൂ ആണ്. അത് നിങ്ങൾ ആ റോയ് ഫെൽഡിങ്ങിന്റെ PhD തെസിസും പിന്നെ എന്താ പറയാ HATEOS കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് ശരത്തിന് കൂടുതൽ അറിയാം. HATEOS എന്ന് പറഞ്ഞ ശരത്തിന് എന്താ ഹൈപ്പർമീഡിയ ടെക്സ്റ്റ് എഞ്ചിൻ അതൊക്കെ ഞാനും പറയാം. പ്രിൻസിപ്പിൾസ് അല്ല, എനിക്കും ഫുള്ളി അറിയില്ല. അതിന് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ ഷിജി വർഗീസ് ലേ ഔട്ട് ചെയ്തത് ചിലപ്പോ അതായിരിക്കും. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഷിജി വർഗീസും ഞാൻ തമ്മിൽ എപ്പോഴും അറിയില്ലേ, ഈ പുള്ളിക്ക് ഒരു കാര്യമുണ്ട്. പുള്ളിയുടെ ഒരു ഗുണം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡസ്ട്രി പണ്ഡിറ്റ്സിന്റെ ഡോഗ്മാസ് പുള്ളി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, മിമിക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനൊരു പുള്ളിയായിട്ട് ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് ഇന്നലെ ഫിനാൻഷ്യൽ ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ C++ ബുക്ക് ഒരു ഹിന്ദിക്കാരനാണ് കൊടുത്തു. അപ്പൊ അയാൾ പറയണേ, ഐ വിൽ ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. കറന്റ്ലി ഐ ആം ഫോക്കസിങ് ഓൺ മോഡേൺ C++ ഡിസൈനിങ്. ആ ബുക്കില്ലേ ചെറുത്, ഒരു ബുക്കുണ്ട് ഒറേലിയുടെ. അപ്പൊ എനിക്ക് ഐഡിയ തോന്നി, ചേട്ടാ അത് പഠിക്കണം. കാരണം അതാണ് നാട്ടിലെ അന്ധവിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായ? അത് നാട്ടിലെ ഡോഗ്മ അറിഞ്ഞു തുടങ്ങി നിങ്ങൾ മണ്ടനാവും. ഈ HTTP എൻഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലാന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുള്ളൂ. ഇതിലിപ്പോ പറഞ്ഞ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അതായത് ഇല്ലാത്തൊരു റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു UI ആയിട്ട് ടൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലല്ലേ. അത് UI എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. അല്ല, അതാണ് റെസ്റ്റ്ഫുൾ ഫോംസ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറയാം അതിന് ഇത് കൊടുത്തത്. കാരണം അല്ലെ, അത് പ്യുവർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് പോയിന്റ് ഓഫ് വ്യൂല് മാത്രമേ ചിലപ്പോ ഹോണർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ലാല് ചോദിക്കണേന്ന് തോന്നുന്നുണ്ട്. അതില് മറ്റേ പ്രൊഡക്റ്റ് ഓണർ ഡിക്റ്റേറ്റഡ് UI UX ഡ്രിവൺ പരിപാടികളെ വരുള്ളൂ. അതെ. അല്ല, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ആൾക്കാരോട് പറയാറില്ല. ശരിക്കും പറഞ്ഞാലേ നിങ്ങളൊരു ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കുറെ മാസ്റ്റർ ഡാറ്റയും പിന്നെ വർക്ക് ഫ്ലോ എഞ്ചിൻസേ ഉള്ളൂ റിയൽ സിസ്റ്റത്തില്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വർക്ക് ഫ്ലോന്റെ ഉള്ളിൽ ഡൈനാമിക്കലി ഒരു എൻറ്റിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അവിടെയാണ് റെസ്റ്റിന്റെ ഒക്കെ പവർ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ട്രാൻസാക്ഷണൽ ഡാറ്റ റെസ്റ്റ് വഴി പോണെങ്കിൽ അത് വേറെ എൻകോഡിംഗ് ആണ്. മനസ്സിലായില്ലേ? എൻറ്റിറ്റീസ് എൻകോഡ് നിങ്ങൾക്ക് എൻറ്റിറ്റീസിന്റെ പ്രോസസ്സസ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. എൻറ്റിറ്റീസിന്റെ സ്ട്രക്ചർ എന്നും
പ്രോസസ്സിനെ ബിഹേവിയർ എന്നും മറ്റേ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോ എൻറ്റിറ്റി മാനേജ്മെന്റ് ചെയ്യാനാണ് റെസ്റ്റ്. പ്രോസസ് മാനേജ്മെന്റ് വർക്ക് ഫ്ലോ ആണ് ബെറ്റർ. അപ്പൊ ഈ വർക്ക് ഫ്ലോന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻറ്റിറ്റീസ് ഉണ്ടാക്കുമ്പോഴാണ് റെസ്റ്റ് ഭയങ്കര പോപ്പുലർ ആവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കിയാൽ എവരി പ്രോസസ് ഈസ് ആക്ച്വലി സം കൈൻഡ് ഓഫ് എ മ്യൂട്ടേഷൻ ഓൺ ടോപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണോ, ഓർ സം ഡാറ്റ. അപ്പൊ നിങ്ങൾ ആ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിങ്ങിന് അങ്ങനെ കൂടി കാണാമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് നിങ്ങളിപ്പോ ഒരു ഞങ്ങളുടെ എന്താ പറഞ്ഞു പറഞ്ഞു അല്ല ഞങ്ങളുടെ സിസ്റ്റം മോഡൽ ചെയ്തേക്കുന്നത് ROC സ്റ്റൈലിലാണ്. അതായത് എന്താണ് മറ്റേ റിസോഴ്സസ് കൊണ്ടുവന്ന് പ്ലഗ് ചെയ്യാൻ പറ്റും. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞങ്ങൾ വേറൊരു റെപ്പോയില് ലൈബ്രറി പോലെ മോഡൽ ചെയ്തേക്കുക. റിസോഴ്സസിന്റെ ഡിസ്ക്രിപ്ഷൻ റെപ്രസെന്റേഷൻസ്. ശരത്തെ അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞവിടെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ. അതെ അല്ല ഞാൻ പറഞ്ഞാണ് എക്സാക്ട്ലി എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ല ലാലെ, ഇതെന്താ പ്രശ്നം എന്നറിയാവോ? ഈ മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനൊന്നും അങ്ങനെ ഒരു പ്രോബ്ലത്തുമെന്നോ അങ്ങനെ ഈ 2 മാസത്തിനുള്ളിൽ ഇരിക്കാൻ വേണ്ടി ഇപ്പൊ 28 ഒരു നമ്മൾ വെൻ യു ആർ ഇൻ തിക്ക് ഓഫ് തിങ്സ് ഓക്കെ യു റിയലി നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ROC എന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് എന്ത് പറയണേ റിപ്പീറ്റിംഗ് ഗ്രൂപ്പായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ്, ഇതൊക്കെ ഏത് കുഞ്ഞും ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല, തനിക്ക് കമ്പൈലർ എന്ന് പറഞ്ഞു, തനിക്ക് ടൈപ്പ് റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ ആർബിട്രറി മെറ്റാഡാറ്റയ്ക്ക് മുകളിൽ ആർബിട്രറി ഡാറ്റ ജനറിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് അത്യാവശ്യം എന്താ പറയാ ഹയറാർക്കി മാനേജ്മെന്റും റെസൊല്യൂഷൻ എഞ്ചിനും ടൈപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ആണ് വേണ്ടേ. എന്നിട്ട് നല്ലൊരു മെറ്റാഡാറ്റ മാനേജ്മെന്റ് സ്കില്ലും വേണം. അതില്ലാത്ത മറ്റേ ഈഫൽസ് വൈൽ ലൂപ്പ് എഴുതാനൊക്കെ ഒന്ന് തോന്നുന്നത്. അല്ല അപ്പൊ ആ റിസോഴ്സ് ഓറിയന്റഡ് ഇപ്പൊ വൺ ഓഫ് ദി പ്രൊജക്ട്സ് ഞാൻ ഈ വെക്കേഷനിൽ, അതായത് അടുത്ത ജോബ് കിട്ടുന്നവരെ ചെയ്യാൻ പോണത് SQL ആയിട്ട് വെച്ചിട്ട് ഒരു ROC എഞ്ചിൻ എഴുതാന്നുള്ളതാണ്. ഇവിടെ കിട്ടിയാ ജസ്റ്റ് ഒരു ചോദ്യം, ഇത് ചിലപ്പോൾ പലതരമായിരിക്കും. GraphQL നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഈ റിസോഴ്സ് ഓറിയന്റഡ്? ഇല്ല GraphQL ശരിക്കും പ്രോസസ് ലെവലിലാണ്. GraphQL എന്താണ്, യു ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് മാസ്റ്റർ സർവീസസ്, യു റിക്വയർ ആൻ എൻസെമ്പിൾ സർവീസ്. അപ്പോ ഈ എന്താ പറയാ ഇപ്പൊ മൊബൈലുകാരൊക്കെ ഫ്രണ്ട് ആൻഡ് ഫോർ ബാക്ക് എൻഡോ അങ്ങനെയുള്ള പറയണേ. അപ്പൊ അവര് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റ സ്ലൈസ് ചെയ്യാണ്. ഇവിടെ കിട്ടിയ അവര് റിസോഴ്സ് ആയിട്ടില്ല, ദേ ഡോണ്ട് കെയർ അബൌട്ട് വെദർ ഇറ്റ് ഇസ് എ റിസോഴ്സ് ഓർ നോട്ട്. ഒരു മീഡിയേറ്റർ ആണ്, ഒരു ഓർക്കസ്ട്രേഷൻ എഞ്ചിനായിട്ട് കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഫിസിക്കൽ ലെവലിൽ നോക്കുമ്പോൾ ഇതിനൊന്നും വരില്ല. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇപ്പൊ ROC ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് വെക്കുക. ഇപ്പൊ ഇതൊക്കെ ഫ്രീ കിട്ടിയ ടോപ്പിക് ആണ്. അതായത് ഇത് മറ്റേ സ്റ്റാർ സ്കീമേ ആയി എന്നുള്ളത് അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഇവിടെ കിട്ടിയ ഈ ലൊക്കേറ്റർ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ MongoDB എടുത്ത് വെക്കാം. MongoDB എടുത്ത് വെച്ചാൽ യു ആർ നോട്ട് ഗെറ്റിംഗ് കാരണം നിങ്ങൾക്ക് അതിനുവേണ്ടി വേറെ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ PostgreSQL അത് എൻകോഡ് ചെയ്യണം. പിന്നെ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഹയറാർക്കി വെറുതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടേബിൾ സ്കാൻ വേണ്ടി വരും. അപ്പൊ അതിലെ കീ ഫീൽഡ്സ് ഞാൻ പ്രൊജക്ട് ചെയ്തു, ഫ്ലാറ്റ് ചെയ്തു. അപ്പൊ അതിനൊരു പേരിടണം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നൈസ്ലി ഫുൾ ടേബിൾ സ്കാൻ ഒഴിവാക്കുന്ന എക്സാക്ട്ലി ഇപ്പൊ ഞാൻ പറയട്ടെ കുറച്ചും കൂടി ഒരു ലെവൽ ഓഫ് ഇൻഡയറക്ഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്നോഫ്ലേക്ക് മോഡൽ ചെയ്യാം. ഡേറ്റാ അപ്പൊ ഡാറ്റ മോഡൽ എക്സ്പ്രസീവ് ആക്കണോ? അപ്പൊ അവിടെ കുറെ ഫിലോസഫി ഞാൻ ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു കോമ്പോസിറ്റ് റെസ്റ്റ് ഡാറ്റ ആറ്റംസ് റിസോഴ്സ് മാനേജർ അസംബിൾ ചെയ്യണോ, അതെ അസംബിൾഡ് ഫോമിൽ പെർസിസ്റ്റ് ചെയ്യണോ? മനസ്സിലായില്ലേ? അപ്പൊ ആ പെർഫോമൻസ് ക്യാഷിംഗ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ബെസ്റ്റ് ഓഫ് ദി ബോത്ത് വേൾഡ് കിട്ടുമോ? ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അതാണ് ഒരു റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് വിത്ത് നെറ്റ് കേർണൽ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അതൊന്ന് പഠിച്ചാൽ മതി ശരത്തെ. മനസ്സിലായില്ലേ? ഐ തിങ്ക് ദേ ഹാവ് ഡൺ എ ഗുഡ് ജോബ്. അതായത് വിത്തൗട്ട് കമ്പൈലർ ബാക്ക്ഗ്രൗണ്ട് യു കനോട്ട് റീഡ് ഇറ്റ്. കാരണം AST ഒക്കെ ഉണ്ടാക്കിയിട്ടും അങ്ങനെ കുറെ ട്രിക്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാല് അല്ലെങ്കിൽ യു വിൽ എൻഡ് അപ്പ് റൈറ്റിംഗ് HTTP എൻഡ് പോയിന്റ് ആൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ മറ്റേ റോയ് ഫെൽഡിംഗ് പറയുന്ന അഡ്വാൻറ്റേജും എൻറ്റിറ്റിഫിക്കേഷന്റെ
അഡ്വാൻറ്റേജും മാസ്റ്റർ ഡാറ്റ മോഡൽ ചെയ്യണമെന്നോ വർക്ക് ഫ്ലോ എങ്ങനെ സെപ്പറേറ്റ് ആക്കണമെന്നോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഇപ്പൊ റെസ്റ്റ് വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൂഗിളിന്റെ എമർജൻസി വരുന്നത്. അപ്പോ ആൾക്കാര് ഈ ഗൂഗിളിന്റെ അൽഗോരിതം പേജ് റാങ്ക് ആണെങ്കിലും അതേ സമയം തന്നെ ജൊനാഥൻ ക്ലൈൻബർഗോ ഒന്ന് അടിച്ചു നോക്കിയാൽ ഹിറ്റ്സ് അൽഗോരിതം ഉണ്ടായിരുന്നു, HITS. Hyperlink induced topic search. John Kleinberg, 1999. അയാള് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു. അയാൾ പഠിപ്പിക്കാൻ പോയി. അപ്പൊ ഓമാരുടെ ഇവര് സ്റ്റാൻഫോർഡിലായതുകൊണ്ട് അറിയാലോ, ശ്രീധരൻ അറിയാവോ MIT വേഴ്സസ് സ്റ്റാൻഫോർഡ് ഒരു ഡിബേറ്റ് ഉണ്ടെന്ന്. അതായത് MITs ആർ ബെറ്റർ സയന്റിസ്റ്റ്, സ്റ്റാൻഫോർഡ് പീപ്പിൾ ആർ ബെറ്റർ ഓണ്ടർപ്രണേഴ്സ്. റെഡിയാ? അപ്പൊ ഇവർക്ക് കുറച്ച് ഈസ്റ്റേൺ ജാടയുണ്ട്, ബ്രിട്ടീഷ് ജാടയുണ്ട്. അവന്മാര് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ടീമാ സ്റ്റാൻഫോർഡ്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഇവര് തമ്മിൽ ഭയങ്കര വാറുണ്ട്. ഇവിടെ കിട്ടിയാ. അപ്പൊ അങ്ങനെയാണ് അത് ഗൂഗിൾ ആയത്. ഓക്കെ, അപ്പൊ ഗൂഗിള് മൈക്രോസോഫ്റ്റിന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചില്ല. കമോഡിറ്റി ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ബിവുൾഫ് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ലിനക്സിൽ ക്ലസ്റ്റർ ഇനിഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഈ ക്ലൗഡിന്റെ ഒക്കെ ഒരു ഉത്ഭവം ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്നാന്ന് പറയാം, അതല്ലേ? അപ്പോ ഇവരുടെ കസ്റ്റം ക്ലസ്റ്റർ ഉണ്ടാക്കിയ ആര്? ഗൂഗിള്. അപ്പൊ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോ 2004 തോന്നുന്നു ഗൂഗിള് ഒരു പേപ്പർ ഇറക്കി, മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞ പേപ്പർ ഇറക്കി, മാപ്പ് റെഡ്യൂസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിന്റെ എവല്യൂഷനെ പറഞ്ഞിട്ട് അത് ഞാൻ ഒന്നുകൂടി സമപ്പ് ചെയ്യാം ബിഫോർ ഐ ദിസ് തിങ്. അതായത് പണ്ട് പ്രൊപ്രൈറ്ററി നെറ്റ്വർക്ക് ആയിരുന്നു. IBM ടോക്കൺ റിങ്, മറ്റേ IPS XPS ആയിരുന്നു നോവലിന്, സണ്ണിന് ന്യൂസ് ബേസ്ഡ് വിൻഡോയിങ് സിസ്റ്റം, എക്സ്ലിപ്പ്, അങ്ങനെ കുറെ നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് TCP/IP സ്റ്റാൻഡേർഡിൽ ഇവരെല്ലാവരും കൺവേർട്ട് ചെയ്തു. അപ്പൊ TCP/IP പ്രോഗ്രാമിങ്ങിന് സോക്കറ്റ് API ഉണ്ടായി, ബർക്ക്ലി സോക്കറ്റ്, പിന്നെ പിൽക്കാലത്ത് വിൻഡോസ് സോക്കറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, അതിനിടയ്ക്ക് യുണിക്സ് സ്റ്റാൻഡർഡൈസ് ചെയ്തു. കുറെ യുണിക്സ് വേർഷൻസ് ഉണ്ട്. ഇപ്പൊ POSIX സ്റ്റാൻഡേർഡ് ആയി. ഇപ്പൊ വേൾഡില് POSIX ബേസ്ഡ് മറ്റേ OS-ഉം വിൻഡോസ് ബേസ്ഡ് OS-ഉം ഉണ്ട്. ഇനിയിപ്പോ വിൻഡോയിങ്ങിലാണെങ്കിൽ വിൻഡോസ് ബേസ്ഡ് വിൻഡോയിങ്ങും മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഇതുണ്ട്. RPCയിലെ എന്ത് ഓപ്പൺ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ അതിന് മൈക്രോസോഫ്റ്റിന്റെ ഒരു ഈക്വലന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് TCP അവർ എമുലേറ്റ് ചെയ്തു. പിന്നെ TCP/IP ആ സമയത്തൊക്കെ ഈ ഇന്റർനെറ്റ് പോപ്പുലർ ആവുന്ന ആൾക്കും അറിഞ്ഞൂടാ. ഈവൻ ബിൽഗേറ്റ്സിന്റെ റോഡ് അഹെഡ് എന്നുള്ള ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പുള്ളി മറ്റേ ഇന്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ പുള്ളി കമ്പ്യൂട്ടർ വിലക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പ്രൈവറ്റ് നെറ്റ്വർക്കിലൊക്കെ. പിന്നെയാണ് ഇന്റർനെറ്റ് പോപ്പുലർ ആയി. അപ്പൊ പിന്നെ പുള്ളിയുടെ സ്ട്രാറ്റജി ActiveX എന്നൊക്കെ പറഞ്ഞ പുള്ളി മറ്റേ ബിസിനസ് ആയിട്ട് സ്പീഡ് ഓഫ് തോട്ട് ആണെന്ന് തോന്നുന്നു പുള്ളി ആ രണ്ടാമത്തെ ബുക്ക്. അങ്ങനെയാണ് ActiveX ഒക്കെ വന്നത്. ഇതൊക്കെ എനിക്ക് ഓർമ്മകളൊക്കെ വന്നു. അപ്പോ മൈക്രോസോഫ്റ്റ് RPC ഇറക്കി, പിന്നെ ORPC ഡീകോം ആയി, അപ്പുറത്ത് കോർബ വന്നു, പിന്നെ MTS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നു, മൈക്രോസോഫ്റ്റ് ട്രാൻസാക്ഷൻ സെർവർ. അതാണ് വേൾഡിലെ ഫസ്റ്റ് കോമ്പണന്റ് ട്രാൻസാക്ഷൻ മോണിറ്റർ. അപ്പുറത്ത് മറ്റേ കോർബയില് കുറെ സർവീസസ് വന്നു. ഇപ്പൊ വിസിജനിക് അങ്ങനെ കുറെ കമ്പനികൾ കോർബ മാർക്കറ്റിൽ. മൈക്രോസോഫ്റ്റ് ഇപ്പുറത്ത് ഡീകോം, പിന്നെ .NET റിമോട്ടിങ്ങും, പിന്നെ അപ്പുറത്ത് RMA ആയിട്ട് കളിച്ചെങ്കിലും EJB ഡീകോമിൽ ഒതുങ്ങി. മൈക്രോസോഫ്റ്റ് പിന്നെ ഈ മറ്റേ അവരുടെ വിൻഡോസ് DNA ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ കൊന്ന് .NET പോയി. .NET റിമോട്ടിങ് വന്നെങ്കിൽ അവർ WCF കൺവേർട്ട് ചെയ്തു. മറ്റോടത്ത് റെസ്റ്റ് സോപ്പ് മറ്റേ RX ഇങ്ങനെ ഉണ്ടായിട്ട് അതാണ് ആ എവല്യൂഷൻ. ഓക്കെ, സോപ്പ് വന്നു, XML RPC ഒക്കെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ഡാറ്റയിലേക്ക് എങ്ങനെ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് കളികൾ അവിടെ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ മറ്റേ പാരലൽ വെർച്വൽ മെഷീൻ, മെസ്സേജ് പാസിംഗ് ഇന്റർഫേസ് ഒക്കെ പറഞ്ഞു, അതവിടെ ഉണ്ട്. അപ്പോ ഈ പേപ്പർ മാപ്പ് റെഡ്യൂസ് അത്രയും കാലം ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇഡിയമായിരുന്നു. അതായത് ഈ മാപ്പ് എന്നുള്ള പദത്തെ ഉപയോഗിക്കുന്ന വെച്ചാൽ യു സ്കാറ്റർ ഡാറ്റ ഇൻ ടു ഡിഫറെന്റ് ഡിവൈസസ് ആൻഡ് ഡു പ്രോസസിങ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ദെൻ യു മെർജ് ഇറ്റ്.
അതാണ് റിഡക്ഷൻ. മാപ്പ് ആൻഡ് റെഡ്യൂസ്. അപ്പൊ മാപ്പിംഗ് എന്ന് പറയുന്ന സാധനം ഒരുതരം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണതാണ് ഡാറ്റ. ഓക്കെ, അപ്പോ ഈ നിങ്ങൾക്ക് ഒരു മാപ്പ് റെഡ്യൂസ് പെയർ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക ജോബ് ഓട്ടോമേറ്റ് ചെയ്യാന്ന് അവർ കണ്ടുപിടിച്ചു. 65,000 ജോബ്സ് എന്തോ അവർ ഓട്ടോമേറ്റ് ചെയ്ത് ആ പേപ്പർ. അത് ഡക്ക് കട്ടിംഗ് എന്ന് പറഞ്ഞ പുള്ളി അതിനൊരു ജാവ വേർഷൻ ഉണ്ടാക്കി. അതിനെ പുള്ളി വിളിച്ചു ലുസീൻ എന്ന് വിളിച്ചു. ഡക്ക് കട്ടിംഗ് ആണെന്ന് തോന്നുന്നു. മറ്റേ ഈ ഹഡൂപ്പ് പുള്ളിയാണ്. ഇത് ലുസീൻ ആരാ എഴുതിയെന്ന് നോക്കിയേ? ഡക്ക് കട്ടിംഗ് ആണോ? പക്ഷെ ലുസീൻ ഡക്ക് കട്ടിംഗ് ആണെന്നാണ് എന്റെ ഓർമ്മ. ആ പേപ്പർ നമ്മുടെ എല്ലാവരും വായിക്കുന്നതല്ലേ? അപ്പൊ ഡക്ക് കട്ടിംഗ് ആണ് അത് ലുസീൻ ആക്കി. അപ്പൊ ലുസീൻ ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം ലുസീൻ ഒരു ലൈബ്രറി മാത്രമാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി അപ്പാഷെ സോളർ എന്ന് പറഞ്ഞ ഒരു സെർച്ച് സിസ്റ്റം വന്നു. പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നില്ല. പിന്നെ എലാസ്റ്റിക് ഒക്കെ പിന്നെ അതിൽ നിന്ന് വരുന്നതാണ്. ലുസീൻ പവേർഡ് ആണ് ഇതെല്ലാം. ഈവൻ നൗ ഇപ്പൊ പല റെസ്റ്റ് APIയിലും ലുസീൻ ക്വയറീസ് ഇൻഡെക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഞാൻ 2015 വാൻഗാർഡിന് വേണ്ടി വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിന് ലിനക്സ് മറ്റേ ലുസീൻ ക്വയറീസ് ഇൻഡെക്സ് സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ ഇറങ്ങിയ ഒരു പേപ്പറാണ് ഇത്. ഈ ലുസീൻ മാപ്പ് റെഡ്യൂസിന്റെ പേപ്പർ അല്ല കേട്ടോ, പേജ് റാങ്കിന്റെ പേപ്പറാണ്. മാപ്പ് റെഡ്യൂസിന്റെ പേപ്പറാണ് ഡക്ക് കട്ടിംഗ് ഹഡൂപ്പ് ആക്കിയത്. ഓക്കെ, അപ്പോ ഈ ഹഡൂപ്പ് ഒരു എന്താ പറയുക ബാച്ച് സിസ്റ്റത്തിന് പറ്റുന്നതാണ്. ഡാറ്റ ഇൻ സ്പേസ് എന്ന് പറയും. ഡാറ്റ ഇൻ സ്പേസ് ടൈമും ഉണ്ട്, ഡാറ്റ ഇൻ സ്പേസ് ഉണ്ട്. ഡാറ്റ ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ക്യാപ്ചർഡ് ഡാറ്റ. ഡാറ്റ ഇൻ സ്പേസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിയാക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ സ്ട്രീമിംഗ് ഡാറ്റ, അല്ലെങ്കിൽ to be captured ഡാറ്റ വേർ ഇറ്റ് ക്യാൻ കം അറ്റ് എനി ടൈം. അപ്പൊ അതാണ് ഡാറ്റ ഇൻ ടൈം. ഓക്കെ, അപ്പൊ ജാവയുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഡാറ്റ ഇൻ സ്പേസിന് സ്ട്രീമും മറ്റേ ഡാറ്റ ഇൻ ടൈമിന് റിയാക്റ്റീവ് സ്ട്രീമും ഉണ്ട്. പാരലൽ സ്ട്രീം ഈസ് ആൾസോ എ ഗ്ലോറിഫൈഡ് വേർഷൻ ഓഫ് ഡാറ്റ ഇൻ സ്പേസ് പ്രോസസ്. ഓക്കെ, അപ്പോ അവര് ഹഡൂപ്പ് കൊണ്ടുവന്നു. പിന്നെ വന്നത് GFSന്റെ പേപ്പറാണ്. GFSന്റെ പേപ്പർ പിൽക്കാലത്ത് അത് ഡക്ക് കട്ടിങ് ആ ടീം ഇംപ്ലിമെന്റ് ചെയ്തത് യാഹൂൽ വെച്ചിട്ട് അവർ ചെയ്യണം. എന്നിട്ട് അവർ ക്ലൗഡറ സ്റ്റാർട്ട് ചെയ്യണം. ഇവര് അതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFS ഉണ്ടാക്കി. അപ്പോൾ HDFS, മാപ്പ് റെഡ്യൂസ് അല്ലെങ്കിൽ ഹഡൂപ്പ്, പിന്നെ പേജ് ലുസീൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്രോളർ എഴുതി ഡക്ക് കട്ടിങ്. അതിനെ അപ്പാഷെ നച്ച് എന്ന് വിളിച്ചു. അപ്പൊ അപ്പാഷെ നച്ച് ഒരു കംപ്ലീറ്റ് സെർച്ച് സിസ്റ്റം ആണ്. വേണമെങ്കിൽ അതിന്റെ മിനിയേച്ചർ വെർഷനാണ് എലാസ്റ്റിക്കും മറ്റേതെന്ന് വിചാരിച്ചോളൂ. ഏതാ? സോളറിൽ ഞാൻ 2 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേലും ഒരു പ്രോജക്റ്റും ചെയ്തിട്ടുണ്ട്. ഏതാ? എലാസ്റ്റിക് സെർച്ചിൽ. ഓക്കെ, അപ്പോ ഇതാണ് ഈ 3 പേപ്പറും. പിന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് സൂ കീപ്പറിന്റെ പേപ്പർ. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഹൗസ് കീപ്പിംഗ് ആൻഡ് കോർഡിനേഷൻ ആണ് ബിഗസ്റ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോ പിന്നെ ലീഡർ ഫോളോവർ കേസിൽ എലക്ഷൻ നടത്തണം. അപ്പൊ ഇപ്പൊ കാഫ്കയ്ക്ക് ഇത്രയും കാലം ഇപ്പൊ എനിക്ക് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, സൂ കീപ്പർ ഇല്ലാതെ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്ലിക്ക് ഹൗസ് സൂ കീപ്പർ അല്ലെങ്കിൽ അവരുടെ ക്ലിക്ക് ഹൗസ് കീപ്പർ ഉണ്ട്. അതായത് അപ്പൊ ക്ലിക്ക് ഹൗസ് കീപ്പർ ഇവരുണ്ടാക്കിയ മാതിരി ഒരു സ്ട്രിപ്പ് ഡൗൺ വേർഷൻ ഓഫ് സൂ കീപ്പർ ആണ് ഈ മറ്റേ കാഫ്കയുടെ. ഇപ്പൊ ഏതാ ശരത്തിന് അറിയാമോ കാഫ്കയുടെ മറ്റേ സൂ കീപ്പർ റീപ്ലേസ്മെന്റ് എലിമിനേറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അറിയില്ല. അപ്പൊ ലീഡർ ഫോളോവർ സിസ്റ്റത്തില് അത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ 4 പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പേജ് റാങ്കിന്റെ പേപ്പർ, പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്. കാരണം പേജ് റാങ്കിന്റെ പേപ്പർ ഒരു ചില്ലറ പേപ്പർ അല്ല. കാരണം അതിന്റെ ഒരു സ്ട്രിപ്പ് ഡൗൺ ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ് ടോബി സെഗ്രാന്റെ ബുക്കിൽ ഒരു ചെറിയ എന്താ പറയാ
implementation of PageRank under, which you will understand the conceptual nuances behind it, or the preliminary thought behind it. അതായത് ഈ ഇൻ ഡിഗ്രി ഔട്ട് ഗോയിങ് എത്ര നോട്ട്സ് ഉണ്ടെന്നുള്ളതൊക്കെ നോക്കി അതിന്റെ വെയിറ്റേജ് വെച്ചിട്ട് അതിന്റെ പേജിനെ റാങ്ക് ചെയ്യുന്നതാണ്, സ്കോർ ചെയ്തിട്ട് റാങ്ക് ചെയ്യുന്നതാണ് പേജ് റാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 1000 പേജുള്ള സാധനമൊക്കെ നമുക്ക് എഴുതാം. പക്ഷേ ഒരു ബുക്ക് ഉണ്ട്, ചരിത്രം ഒന്ന് അടിച്ചു നോക്കാവ്, മാത്തമാറ്റിക്സ് ഓഫ് പേജ് റാങ്ക്. കിട്ടിയ ഒരു പ്രൊഫസർ എഴുതി നോക്കാം. മാത്തമാറ്റിക്സ് ഓഫ് പേജ് ഓഫ് സെർച്ച്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. Google's PageRank and Beyond, the Science of Search Engine Rankings by MEN. Google PageRank and Beyond. അതാണെന്ന് വേണ്ട ബുക്ക് ഒന്ന് കണ്ടല്ലേ, എൻ്റെ ഉണ്ട്. അതന്നെ ഈ ആ ബുക്ക് മേ ബി ആ ബുക്ക് ഞാൻ ആദ്യം വാങ്ങിക്കുമ്പോ, കാരണം ഇതിലൂടെ ഞാൻ കുറെ മെട്രിസസിന്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാല് ഈ 1 മില്യൺ റോയും മറ്റേ 69,000 മറ്റേ കോളമുള്ള മെട്രിക്സ് ഒക്കെ ഇൻവേർട്ട് ചെയ്യണം. ഇവിടെ കിട്ടിയോ? അപ്പൊ പ്രാക്ടിക്കലി ഇത് എഞ്ചിനീയറിംഗ് അറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഫസർമാരുടെ സ്ട്രെങ്ത്, ഇറ്റ്സ് നോട്ട് ഈസി തിങ്. See, machine learning algorithms conceptually any idiot can learn, including us. പക്ഷെ ഹൗ ടു എഞ്ചിനീയർ അറ്റ് സ്കെയിൽ ആണ് അതിന്റെ പ്രശ്നം. ഇത്രയും നാളും കൺസെപ്ച്വൽ ലെവലിൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ChatGPT ഒക്കെ വന്നു കഴിഞ്ഞപ്പോ കാശും വേണം, മനസ്സിലായില്ലേ? $1 ബില്യൺ ഒക്കെ കൊടുത്ത് $1 ബില്യൺ 1 മില്യൺ ലൈഫിൽ നമ്മള് ചെലവാക്കാൻ ഉണ്ടാവില്ല ജീവിക്കാൻ. അപ്പൊ നമുക്ക് പറ്റുമോ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ ബുക്ക് ടീച്ചേഴ്സ് യു ക്വൈറ്റ് എ ലോട്ട്. പിന്നെ പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് മാനിങ്ങും ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒറൈലിയുടെ ബുക്കാട്ടോ, പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ്, മനസ്സിലായില്ലേ? ടോബി സെഗ്രാൻഡ്. അത് അത്യാവശ്യം നല്ല ബുക്കാട്ടോ. കാരണം ഇതാണ് ശരിക്കും എനിക്കൊരു മെഷീൻ ലേണിംഗിൽ ഒരു ഉഗ്ര ഹെഡ് സ്റ്റാർട്ട് 2007 തന്നെ. പക്ഷെ അന്ന് അതിന് മെഷീൻ ലേണിംഗ് എന്നല്ല പറഞ്ഞിരുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, പ്രോഗ്രാമിംഗ് സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയ എന്റെ ദൈവമേ. ഓക്കെ, ഇത് നല്ലൊരു ബുക്കാണ്. എന്താ പറയാ, ഈ പേജ് റാങ്കിന്റെ ഒക്കെ അൽഗോരിതം മനസ്സിലാക്കാം. പിന്നെ മാത്തമാറ്റിക്സ് ഓഫ് പേജ് റാങ്ക് വിൽ ആക്ച്വലി ഗിവ് യു. പിന്നെ പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ് മാനിങ്ങും എഴുതിയിട്ടുണ്ട് ഒരു ബുക്ക്. അതൊരു ഇന്ത്യക്കാരനാണ് അതിൻ്റെ ഉള്ള, അവനാണ് പേജ് റാങ്കിന്റെ ഒരു ചെറിയ പേജ് റാങ്ക് ഉണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, പ്രോഗ്രാമിംഗ് കളക്റ്റീവ് മാനിങ് ബുക്ക് കാണാനില്ലല്ലോ. കളക്റ്റീവ് ഇന്റലിജൻസ് ഇൻ ആക്ഷൻ, സോറി. സത്ന മാലക്, ഒരു ഇന്ത്യക്കാരനാണത്. ഒരു ഉഗ്രം ബുക്കാട്ടോ ചെറുത്. ഇത് രണ്ടും പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ് എൻ്റെ അടുത്ത് നാട്ടിലിരിപ്പുണ്ട്. അല്ല അത് ഇത് 2008 കളക്റ്റീവ് ഇന്റലിജൻസ് 2008 ഞാൻ ഇൻവെസ്റ്റ്മെന്റിൽ വെച്ച് വാങ്ങിച്ച ബുക്ക. ഞാൻ അതിലാണ് ആദ്യമായിട്ട് ജനറ്റിക് ഒരു നോൺ ട്രിവിയൽ ജനറ്റിക് പ്രോഗ്രാമിംഗ് കോഡ് കാണുന്നത്. പിന്നെ SVM സപ്പോർട്ട് വെക്ടർ മെഷീൻ എൻകൗണ്ടർ ചെയ്യണൊക്കെ ആ ബുക്കിൽ. അപ്പോ ഈ പേജ് റാങ്ക് അൽഗോരിതം ഒറാക്കിളിനും മൈക്രോസോഫ്റ്റിന് കൊടുക്കത്തെ ചലഞ്ച് കൊടുത്തില്ല അല്ലേ? അവരെന്താ അവരുടെ റെസ്പോൺസ് എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ പേജ് റാങ്കിന്? എന്താണ് ചെയ്തത് അറിയില്ല കേട്ടോ. മറ്റേ നിങ്ങൾക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ശ്രീധേ? റിലേഷൻ ഡാറ്റ ഫുൾ ടെക്സ്റ്റ് സെർച്ച് വന്നത് അങ്ങനെയാണ് SQL സെർവറിലും FTS. നിങ്ങൾ ഡാറ്റാബേസിൽ ഫുൾ ടെക്സ്റ്റ് സെർച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞാൻ തമാശക്ക് പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിനെ ടെക്സ്റ്റ് ആയിട്ട് ഡംപ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ലുസീൻ ഇൻഡെക്സ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ കിട്ടിയാ
ഒറാക്കിളിന്റെ സെർച്ച് എന്താണ്? എക്സാക്ട് സെർച്ചാ. ഇവിടെ കിട്ടിയ നിങ്ങൾ ഇത് ചെയ്യണം. എന്ന സ്ഥാനത്ത് ലുസീന്റെ അപ്രോക്സിമേറ്റ് സെർച്ചാ, സിമിലാരിറ്റി മെട്രിക്സ് വെച്ചിട്ടൊക്കെയാ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാർജ് വോളിയം ടെക്സ്റ്റിന് എക്സാക്ട് ഡാറ്റ വേണമെങ്കിൽ മറ്റേ ഇവരായിരിക്കും ബെറ്റർ. അതായത് നിങ്ങൾ ഒരു സ്ട്രിങ് സെർച്ച് ചെയ്യാൻ വേണ്ടി സ്ട്രിങ് ഇൻ സ്ട്രിങ്ങോ STR എന്നുള്ള അൽഗോരിതം ഉപയോഗിക്കാം. എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് റിലേറ്റഡ് സ്ട്രിങ് ഉണ്ടെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ കൊടുക്കണമല്ലോ. അപ്പൊ ആ വ്യത്യാസമുണ്ട് പേജ് റാങ്ക് വെച്ച് ക്വയറി ചെയ്യുന്നത് ഒറാക്കിളിന്റെ SQLന്റെ ക്വയറി എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്ന ഫീച്ചറാണ് ഫുൾ ടെക്സ്റ്റ് സെർച്ച്. പോസ്റ്റ്ഗ്രെസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ്ഗ്രെസിനും ഉണ്ട്, MySQL MS SQL ഉണ്ട്. ഇവിടെ കിട്ടിയ അപ്പൊ ഈ പേപ്പർ കാസ്കേഡ് ചെയ്യണ നോക്ക്. അതായത് ഈ ജോനാഥൻ ക്ലൈൻബർഗും ഇവരും ഹിറ്റ്സും പേജ് റാങ്കും ഉണ്ടാക്കി. പേജ് റാങ്ക് പിൽക്കാലത്ത് ഗൂഗിളായി. ഗൂഗിൾ ആ പേപ്പർ പബ്ലിഷ് ചെയ്തു. അത് മറ്റേ ഇതായി, നമ്മുടെ ലുസീനായി. ലുസീൻ ഇപ്പൊ റെസ്റ്റ് API ലുസീൻ സിൻഡെക്സ് വരെ വന്നു. ലുസീനെ പവേർഡായിട്ട് സോളറും എലാസ്റ്റിക് സെർച്ചും മറ്റേ എന്താ പറയാ അങ്ങനത്തെ സിസ്റ്റംസ് വന്നു. പിന്നെ ഫുൾ ടെക്സ്റ്റ് സെർച്ച് പയനിയർ ചെയ്തു. ദാറ്റ് വാസ് എ ഇൻഫ്ലുവൻഷ്യൽ പേപ്പർ ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ നെക്സ്റ്റ് പേപ്പർ മാപ്പ് റെഡ്യൂസ് ആണ്. മാപ്പ് റെഡ്യൂസ് കാസ്കേഡഡ് ഇൻ ടു മറ്റേ എന്താ പറയാ ഹഡൂപ്പ്, മറ്റേ GFS കാസ്കേഡഡ് ഇൻ ടു HDFS. എന്നിട്ട് അതിന് മുകളിൽ ഒരു HBase എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നച്ച് ഉണ്ടാക്കി. അങ്ങനെ ഇവര് യാഹൂന്ന് ചാടി കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുടെ പേരാണ് ക്ലൗഡറ. ക്ലൗഡറ കേട്ടിട്ടുണ്ടോ? അവരുടെ സൈറ്റ് പോയി നോക്കാം. അവരുടെ മെയിൻ പണി എന്ന് വെച്ചാൽ ഡാറ്റ പ്രൊഡക്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാന്നുള്ളത്. ഡാറ്റ പ്രൊഡക്ട്സ് ആണ് അവർക്ക് പോർട്ടലൊക്കെ ഉണ്ട് ക്ലൗഡറ. ഓക്കെ, അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ സ്പാർക്ക് പോപ്പുലർ ആവുന്നത്. അപ്പൊ അവന്മാര് ഒരു കമ്പനി തുടങ്ങി. അതിന്റെ പേരാണ് ഡാറ്റാബ്രിക്സ്. അപ്പൊ ആലോചിച്ച് നോക്കുക. അതായത് ക്ലൗഡറ ശരിക്കും പറയാം HDFS ഡാറ്റ പവർ ചെയ്യാനും ഡാറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാ അവർ പറഞ്ഞിരുന്നത് ഹഡൂപ്പിന്. ഇവിടെ കിട്ടിയ അപ്പൊ അവർക്ക് HDFS ഫയൽസിൽ ലാർജ് ഡാറ്റ ഇൻജസ്റ്റ് ചെയ്തിട്ട് HBase വഴിയോ അല്ലാതെയോ അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റും. സ്പാർക്ക് വെച്ചും അത് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫ്ലുവന്റ് കാഫ്കേനെ ചുറ്റിപ്പറ്റിയൊരു സർവീസ് ഉണ്ടാക്കി. ഓക്കെ, പക്ഷെ അവർ ഇതായില്ല. സ്നോഫ്ലേക്ക് എന്നുള്ളൊരു കമ്പനി ഒരു ക്ലൗഡ് ഡാറ്റ, എല്ലാ ക്ലൗഡ് വെണ്ടേഴ്സും ഒരു മുമ്പിൽ ഒരു പ്രോക്സി വെച്ച് പിടിപ്പിച്ച് പുറകില് അവർ കുറെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ചെയ്യും. അപ്പൊ മൈക്രോസോഫ്റ്റ് അത് സിനാപ്സ് എന്ന് പറഞ്ഞാക്കിയിട്ട് ഉപയോഗിച്ചു. പിന്നെ എന്താ പറയാ ഇവര് നമ്മുടെ മൈക്രോസോഫ്റ്റ് തന്നെ അത് സാസ് ആയിട്ട് ഫാബ്രിക് ആയിട്ട് തന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഡാറ്റാബ്രിക്സ് പ്ലസ് ഇറ്റ്സ് അസോസിയേറ്റഡ് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, അല്ല മറ്റേ സ്പാർക്ക് പ്ലസ് അസോസിയേറ്റഡ് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ കമേഴ്ഷ്യൽ ഓഫറിങ്ങിനെ ഡാറ്റാബ്രിക്സ് എന്ന് വിളിക്കാം. ഹഡൂപ്പ് പ്ലസ് ഇറ്റ്സ് എക്കോസിസ്റ്റം വിത്ത് മഹൂട്ട്. മറ്റൊരുത്ത MLib ആയിരുന്നെങ്കിൽ ഇവിടെ മഹൂട്ടാണ്. ഏതാ ആ എക്കോസിസ്റ്റത്തിനെ നമുക്ക് ക്ലൗഡറ എന്ന് വിളിക്കാം. സ്നോഫ്ലേക്കിന്റെ സ്പാർക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് സിനാപ്സും ഫാബ്രിക് ഉണ്ടാക്കിയേക്കണേ. പിന്നെ ചിസ്റ്റ ഡാറ്റ ഒരു ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ആൾമോസ്റ്റ് ദെയർ. ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി റാൻ ഔട്ട് ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൈമറി ആർക്കിടെക്ട് ആണ് ഞാൻ. അപ്പോ യു നോ ദാറ്റ് ഓക്കെ വെൻ ഐ സ്പീക്ക് സംതിങ് അബൌട്ട് ദിസ് ഐ ഡു നോ വാട്ട് ഐ എം സ്പീക്കിംഗ്. അപ്പോ ഈ സൂക്കീപ്പറും ഞങ്ങൾ എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രോഗ്രാം ചെയ്തിരുന്നു ഈ പ്രോക്സി ക്ലസ്റ്റർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. അപ്പോ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഐ തിങ്ക് ഓക്കെ ഐ ഡു ഹാവ് എ ഗുഡ് ഐഡിയ നോ. ഇനിയിപ്പോ ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആ ലെവലിൽ നമുക്ക് ടീമിനെ സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ പ്രോക്സിക്ക് JDBC ഒരു വയർലെസ് പ്രോട്ടോകോള് ഇത് ചെയ്ത് JDBC പ്രോട്ടോകോളിന്റെ റിസർച്ച് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഓക്കെ ഫണ്ട് ഷോർട്ടേജിന്റെ ഇഷ്യൂ വന്നത്. അപ്പോ ഈ പറഞ്ഞ ടോപ്പിക് ഈ 4 പേപ്പർ ഞാൻ ഇതിന് വേണ്ടിയല്ല ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്.
അതായത് മറ്റേ ഹഡൂപ്പിന്റെ പേപ്പർ ഇപ്പൊ ഈ ക്ലിക്ക് ഹൗസിന്റെ ആർക്കിടെക്ചർ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യാം. അതായത് ഈ ക്ലിക്ക് ഹൗസ് എല്ലാവരും ഒരു എന്താ പറയാ ബിഗ് ഡാറ്റ എഞ്ചിനായിട്ടാണ് കാണുന്നത്. അപ്പൊ ക്ലിക്ക് ഹൗസ് ഒരു ഡാറ്റാബേസ് എഞ്ചിനായിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷെ ക്ലിക്ക് ഹൗസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മാനേജ്മെന്റ് സൊല്യൂഷൻ മാസ്കുറേഡഡ് ആസ് എ ഡാറ്റാബേസ് ആണ്. അതിന്റെ അർത്ഥം മനസ്സിലായ ലാലെ? ഡാറ്റ മാനേജ്മെന്റ് സൊല്യൂഷൻ മാസ്കുറേഡഡ് ആസ് എ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങളിപ്പോ ഈ മറ്റേ ഇതുണ്ടല്ലോ, ഏത് നമ്മള് ഇത് ചൂസ് ചെയ്യാന്ന് വെച്ചോ, നിങ്ങൾ കസാൻഡ്രയ്ക്ക് ചുറ്റി ഒരു ഡീബാസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ കിട്ടിയ കാരണം അതുമാതിരി എക്സ്റ്റെൻസീവ്ലി യു ടു പ്രോഗ്രാം അറൗണ്ട് ഇറ്റ്. കാരണം അത് വെറും ഡാറ്റാബേസ് എഞ്ചിൻ മാത്രം. ക്ലിക്ക് ഹൗസ് പ്രാക്ടിക്കലി ഒരു ഡാറ്റ മാനേജ്മെന്റ് സൊല്യൂഷൻ ആണ്. വെച്ചാൽ ക്ലിക്ക് ഹൗസിന്റെ ഉത്ഭവം യാൻഡെക്സ് എന്നുള്ള ഒരു കമ്പനിയുടെ ഉള്ള ആ കമ്പനിയുടെ EDP ഡിപ്പാർട്ട്മെന്റ് ലോകത്തുള്ള എല്ലാ ഫീച്ചേഴ്സ് അതിൻ്റെ ഉള്ളിൽ ബേക്ക് ചെയ്ത് ചെറുത് ഇവിടെ കിട്ടിയ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഡെവോപ്സ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹൗസിലോട്ട് ഡാറ്റ എവിടെ നിന്ന് വേണമെങ്കിലും വിത്തൗട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിക്ക് ഹൗസിന് ഒരു ഏറ്റവും വലിയ യുണീക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്റ്റോറേജ് കമ്പ്യൂട്ട് ഡീകപ്ലിംഗ് ഇല്ല. മറ്റേ ഇതിന് വേണ്ടിയിട്ടാ സ്റ്റോറേജും കപ്പിൾഡും അല്ല, സ്റ്റോറേജും കമ്പ്യൂട്ടും കപ്പിൾഡ് ആണ്. ചെയ്തേ അല്ല, അതിന്റെ കോൺസിക്വൻസ് എന്താ? അല്ല, നിങ്ങൾക്ക് മനസ്സിലായ? സ്റ്റോറേജ് കമ്പ്യൂട്ട് ഇൻഡിപെൻഡൻസ് ആണ് മോഡേൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിന്റെ ഹോൾമാർക്ക്. പക്ഷെ ക്ലിക്ക് ഹൗസ് പറയുന്നു അല്ല, അവർ ആർക്കിടെക്ചർ ഇസ് നോട്ട്. അവരിപ്പോ അവരുടെ ക്ലൗഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ അവരുടെ ഓപ്പൺ സോഴ്സ് വെർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു ഷെയർഡ് നത്തിങ് ആർക്കിടെക്ചർ ഉള്ളതുകൊണ്ട് തമാശ എന്താന്ന് വെച്ചാല് അതിന്റെ ഉള്ളിൽ ഒരു ഹഡൂപ്പ് അല്ലെങ്കിൽ ഒരു ഹഡൂപ്പ് പതിയിരിപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിടികിട്ടിയ? നിങ്ങൾ ക്ലിക്ക് ഹൗസിനെ ഒരു SQL കയറി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ്റ്റർ ഏതൊക്കെ ഷാഡില് അതായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഒരു കാര്യം ഉണ്ടാ, അൺലൈക്ക് അതർ ഡാറ്റാബേസസ് ഷാഡിന്റെ അടിയിലാണ് നോഡ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ അതിനെ കുറിച്ച് ക്ലിക്ക് ഹൗസിന്റെ ആർക്കിടെക്ചർ വേറെ പറയും എപ്പോഴെങ്കിലും. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ആ ക്വയറി സ്കാറ്റർ ചെയ്തിട്ട് മെർജ് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റ തരും. അപ്പോ അതിന്റെ ഉള്ളിലൊരു ഹഡൂപ്പും ഇതുണ്ട്. അപ്പൊ അതിലൊരു ഹഡൂപ്പ് ഉണ്ടെങ്കിൽ സ്പാർക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? SLA 10 മിനിറ്റ് വെച്ചാൽ മതി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടേഷൻ വയർ ചെയ്ത് കൊടുക്കാനായിട്ട് അത് SQL ആയിട്ട് മോഡൽ ചെയ്യണം. ഓക്കെ ഇത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ SQL ആയിട്ട് തന്നെ കൊടുക്കണം. ഞാനൊരു പബ്ലിക്കലിയും കണ്ടിട്ടില്ല. അതോടെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞാൻ എന്റെ പ്രോക്സിക്ക് വേണ്ടി ഒരു ബഡി സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഓർക്കസ്ട്രേറ്ററായി ചേർത്ത് എനിക്ക് അവിടെ ഒരു വയർ ലെവൽ പ്രോട്ടോകോൾ കൊണ്ടു കഴിഞ്ഞാൽ JDBC ഡ്രൈവറും ADO ഒക്കെ എഴുതാൻ പറ്റി. ഇവിടെ കിട്ടിയ ഞാൻ ആ ഷെഡ്യൂളറിന്റെ അവിടെ സ്പാർക്ക് കൊണ്ടുപോയി വെക്കണം എന്ന് വിചാരിക്കായിരുന്നു. മനസ്സിലായില്ലേ? ആ സ്പാർക്കിന്റെ ആവശ്യം അവിടെ വന്നില്ല. അതാണ് ക്ലിക്ക് ഹൗസിന്റെ അഡ്വാൻറ്റേജ്. ക്ലിക്ക് ഹൗസിന്റെ ഉള്ളില് അപ്പൊ സ്റ്റോറേജ് കമ്പ്യൂട്ട് കപ്ലിങ് അഡ്വാൻറ്റേജ് ആയി. സ്റ്റോറേജ് കമ്പ്യൂട്ട് ഡീകപ്പിൾഡ് ആണെങ്കിൽ ഒരു കമ്പ്യൂട്ട് നോഡിന് 10 സ്റ്റോറേജ് ഡിവൈസ് ഉണ്ടാവും. അപ്പൊ സ്ലോ ആവില്ലേ? കിട്ടിയ ഞാൻ റെയ്ഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടാ. ഞാൻ പറഞ്ഞാല് ആ ഒരു വോളിയമേ പറ്റുള്ളൂ. കിട്ടിയ കിട്ടി. അതായത് ലോജിക്കലിൽ നിന്ന് ഫിസിക്കലിലോട്ട് ഒരു പാത്ത് ഉണ്ട്. അതെ, ആ ഒരൊറ്റ പാത്തേ പാടുള്ളൂ. അപ്പൊ സ്റ്റോറേജും കമ്പ്യൂട്ടും ഡീകപ്പിൾ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ സമ്മർ ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കണം. പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്, അല്ല അത് കപ്പിൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് മുടന്ത് ഫീച്ചറായി മാറി. മനസ്സിലായില്ലേ? അപ്പൊ ഡാറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട പെർഫെക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയി. അപ്പൊ ജസ്റ്റ് ഒരു ബിസിനസ് ലെവലിലേ അത് കുറച്ച് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ. അപ്പൊ ഫണ്ടറാണോട്ടെ പിന്നെ കാര്യമില്ലല്ലോ. തമാശ എന്താ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോ പറഞ്ഞു. അല്ല, അതായത് മറ്റേ വേറെ ഡാറ്റാബേസസിൽ ഫിസിക്കലിൽ നിന്ന് ലോജിക്കലിലോട്ട് റിവേഴ്സ് മാപ്പ് ചെയ്യേണ്ടി വരും അല്ലെ? ഇതിൽ അങ്ങനെയല്ല.
ടോപ്പ് ഡൗൺ അതെ അതെ പാത്തുണ്ട്. അതെ അതെ അതുകൊണ്ട് ഷാർഡിന്റെ ആയിട്ടില്ലേ അല്ല. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ പിന്നെ ഹെവിലി ഒപ്റ്റിമൈസ്ഡ് ആണ് അതിന്റെ അടിയിലത്തെ കോഡൊക്കെ ഇവിടെ കിട്ടിയ. അതായത് അവര് വെർട്ടിക്കൽ സ്കെയിലിംഗ് ഉഗ്രനായിട്ട് ചെയ്യണമുണ്ട്. മനസ്സിലായി. അപ്പൊ ഞാൻ അതിന്റെ ഡാറ്റ പ്രൊഡക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്കീമാറ്റിക് ഡയഗ്രവും എല്ലാം കാണിച്ചു തരാം. ഇതായിരുന്നു അതിന്റെ ഇത്. അപ്പൊ നമുക്ക് ഈ പേപ്പറുകൾ വായിക്കാം. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന് വൊക്കാബുലറി ഉണ്ട്. ശരത്ത് ഉന്മേഷ് ജോഷിയുടെ ബുക്ക് 5 പാർട്ടായിട്ട് എടുക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ നോക്കാം. അപ്പൊ വേണ്ടതാണ്. ഏതാ അല്ലല്ല, എന്തായാലും വേണ്ടതാണ് ഇത്. അതെ അതെ അതെ. അതായത് ഞാൻ അപ്പൊ എന്നെ സ്വയം ആർക്കിടെക്ട് ആയി പ്രഖ്യാപിക്കണമെങ്കിൽ കുറെ കൺസ്ട്രെയിൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലും പെടുതൽ. അങ്ങനെയല്ല, ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ മോഹൻലാല്, ഇപ്പോഴത്തെ ലൈംഗിക മോഹൻലാൽ അല്ല, മോഹൻലാൽ ഇന്നലെ പുള്ളി ഊരാനൊക്കെ നോക്കണ്ടായിരുന്നല്ലോ. പുള്ളിനെ ഷാജഹാനൊക്കെ ഇട്ട് ഭരിക്കേണ്ടത്. അതല്ല, മോഹൻലാൽ ഒരു ദിവസം വിചാരിച്ചു പുള്ളി ഗ്രേറ്റ് നടനാണെന്ന്. പിന്നെ കേരളത്തിലെ പറ്റിച്ചു. അതേമാതിരി നമ്മള് ഒന്ന് എന്താ കാര്യം എന്നറിയാം, ഇതിനെക്കുറിച്ച് നമുക്കൊരു വേറെ ടോപ്പിക് വന്നു, ഈ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ബിഫോർ വി വൈൻഡ് അപ്പ്, അല്ല എന്തൊക്കെയാണ് പറഞ്ഞോ? അങ്ങനല്ല, അതായത് വെസ്റ്റേൺ മറ്റേ ടോപ്പ് ആർക്കിടെക്ടിന്റെ ബെഞ്ച് മാർക്കാണ് ഞാൻ വെച്ചേക്കണേട്ടാ. നമ്മുടെ ലോക്കൽ ഇതല്ല. പക്ഷേ ചില ആൾക്ക് മറ്റേ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ നല്ല ആർക്കിടെക്ട്സ് ഒക്കെ. ഈ റൂമിലുണ്ട് ഇപ്പൊ. കുഴപ്പമില്ല. ഓ അത് പാടില്ല, ഞാൻ സാരി യൂസ് ചെയ്യലാണ്, ഇത് ഞാൻ പ്രഖ്യാപിച്ചു. 100% ശുദ്ധ ദേശി ഘീ എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. ഇനി ഇതേ എലപ്പടെ. അപ്പൊ എന്താണ് കീ ടേക്ക് അവേ? ശ്രീധർ, നിങ്ങളുടെ ടേക്ക് അവേ എന്തായിരുന്നു? എനിക്ക് 2-3 ടേക്ക് അവേസ് ഉണ്ട്. ഒന്ന്, നമ്മള് ഫസ്റ്റ് റെസ്റ്റിന്റെ ഇത് തുടങ്ങിയത്. റെസ്റ്റ് എന്നുള്ളത് മെയിൻ ആയിട്ട് ROC, അതാണ് അതിന്റെ കോർ. റെസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു എൻഡ് പോയിന്റ് ആയിട്ട് ചിന്തിക്കാണ്ട് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളത് അതെന്റെ ഒരു ടേക്ക് അവേ ആണ്. അതെങ്ങനെയാണ് അല്ല ഒരു മിനിറ്റ്, അതിൽ നിന്ന് സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്ക് ഉണ്ടാക്കി കമ്പ്യൂട്ടേഷൻ ഫാസ്റ്റ് ആക്കാന്ന് മനസ്സിലായില്ലേ? അത് ഞാൻ കണക്ട് ആക്കിയിട്ടില്ല. പക്ഷെ എന്റെ ഒരു മെന്റൽ ബ്ലോക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡേറ്റ കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു GraphQL ആയിട്ട് കമ്പയർ ചെയ്തല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം അത് എനിക്ക് വായിച്ചു നോക്കാനുണ്ട് പ്രസിദ്ധി. അത് വായിക്കണ എന്തിനാ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് പ്രോസസ് ഗ്രാഫ് ആണ്. അത് എന്റെ ഡാറ്റ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അത് മസാജ് ചെയ്ത് തരുന്നു ഡാറ്റ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, പെർസിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇത് പെർസിസ്റ്റൻസ് ലെവലിൽ തുടങ്ങും റിസോഴ്സ് മാനേജ്മെന്റ്. പിന്നെ പെർസിസ്റ്റൻസ് അഗ്നോസ്റ്റിക് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്റ്റ് എൻഡ് പോയിന്റ് വെറും കോൺഡ്യൂട്ടാ. നിങ്ങൾ ശരിക്കും റിസോഴ്സ് മാനേജറിനെയാണ് കോൺടാക്ട് ചെയ്യണേ, മനസ്സിലായില്ലേ? റെസ്റ്റ് ഒരു ഫ്രണ്ട് എൻഡ് മാത്രമാണ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് ടു ദ റിസോഴ്സ് മാനേജർ. നിങ്ങൾ അവിടെ നിന്ന് നോക്ക്. റിസോഴ്സ് പെർസിസ്റ്റൻസ്, റിസോഴ്സ് മാനേജർ, റെസ്റ്റ് ഫ്രണ്ട് എൻഡ്, ക്ലയന്റ്. മറ്റേത് അങ്ങനെയല്ല, എൻസംബിൾ ചെയ്യാന്നുള്ളതാണ്. അതായത് ഒന്നിൽ കൂടുതൽ സർവീസസിനെ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞ ഒരു നെറ്റ്വർക്ക് റൗണ്ട് ട്രിപ്പ് കുറയ്ക്കാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് മറ്റേ GraphQL. ഈ എന്റർപ്രൈസിന്റെ കേസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഗസി സിസ്റ്റം ആണ് റെസ്റ്റ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഡയറക്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലോട്ട് ഇപ്പൊ എനിക്കൊരു എക്സ്പോഷർ ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു നിങ്ങൾക്കല്ല, 90% ഇല്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ അത്രയും ഗഹനമായിട്ട് ചിന്തിക്കാൻ ഇയാൾ എന്നെ ചൊറിഞ്ഞുകൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഇവിടെ കിട്ടിയ? അപ്പൊ ഒരാള് വിളിച്ചിട്ട് പറയാണ്, അപ്പൊ അത്യാവശ്യം മൈക്രോ സർവീസസിനെ കുറിച്ചൊക്കെ ഈ മറ്റേ വർക്ക് ചെയ്ത പ്രൊജക്ട്സിൽ നിന്നും കേസ് സ്റ്റഡീസ് കളക്ട് ചെയ്തും അതിനെക്കുറിച്ച് റീസൺ ചെയ്തും സംസാരിച്ചും അത്യാവശ്യം ഐഡിയ ഉണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് അറിയാത്തൊരു ഐഡിയ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇറ്റ്, ഹി കൻ ടീച്ച് മീ അല്ലേ. അതിന് വരെ എന്നെ ആഹ്വാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ കൊടുത്തതാ കയറ്, മനസ്സിലായില്ലേ? അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ പവർ പിടിയിട്ട്. അപ്പൊ അത് കൊള്ളാം. പിന്നെ വേറെ എന്താണ്? എനിക്ക് പിന്നെ രണ്ടാമത് വെച്ചാൽ മെയിൻ ആയിട്ട് കമ്പ്യൂട്ടും നമ്മൾ പാർട്ടീഷനിൽ കമ്പ്യൂട്ടും ഡേറ്റയും
ഒരുമിച്ച് ഇരിക്കുന്നത് ഒരു ആന്റി പാറ്റേൺ ആണെന്ന് പ്രസിദ്ധി പറഞ്ഞു. പക്ഷെ അത് ക്രിസ്റ്റാറ്റയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു അത് take ഷെയർ ആണ്. നത്തിങ് ആർക്കിടെക്ചർ ഒരു സ്ഥലത്ത് SQL-നെ അപ്പൊ ഈ SQL ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആക്കാൻ ഏറ്റവും SQL ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എങ്ങനെ ചെയ്യും? ഇപ്പൊ നിങ്ങള് ക്ലൗഡ് മറ്റേ നേരത്തെ സ്പാർക്കിന് ചെയ്ത മാതിരിയുള്ള കാര്യമാണ്. അപ്പൊ ജോസ് ഹെൽപ്പ് പറഞ്ഞു. സ്പാർക്ക് ശരിക്കും പറഞ്ഞാൽ പെർസിസ്റ്റ് ചെയ്യുന്ന ഇതിലല്ലോ, ഒരു ഫ്രെയിം അങ്ങോട്ടേക്ക് ഫ്രെയിം കൊടുത്തിട്ട് ഇൻ മെമ്മറിയിലല്ലേ ഈ കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ശരി, ഈ ക്ലിക്ക് ഹൗസ് കമ്പ്യൂട്ട് ചെയ്യണ മാതിരി തന്നെ സ്പാർക്കിന് നിങ്ങൾ ഉപയോഗിക്കണം അവിടെ. കാരണം സ്പാർക്ക് ഈസ് നെവർ എ പെർസിസ്റ്റന്റ് സിസ്റ്റം, ഇറ്റ്സ് എ പ്രോസസിംഗ് സിസ്റ്റം. ആ പ്രോസസിംഗ് സിസ്റ്റത്തിന് നിങ്ങൾക്ക് SQL ഫ്രണ്ട് എൻഡ് വെക്കണ മാതിരി തന്നെ ക്ലിക്ക് ഹൗസ് എന്ന് പറ്റിയ ഒരു ഡ്യുവൽ സിസ്റ്റം ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് സ്റ്റോറേജ് ആസ് വെൽ ആസ് കമ്പ്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന ഡാറ്റ ആ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ആവും എന്നാണ് പറയുന്നത്. അതെ, ഇവര് പറഞ്ഞ ചില ആർബിട്രറി, ഇപ്പൊ കാഫ്ക സ്ട്രീം ആയിക്കോട്ടെ, SQL സെർവറിലെ ഡാറ്റ ആയിക്കോട്ടെ, റെസിലിയൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ സെറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജാവയിലൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് തോന്നിയ ദിവസം എഴുതിക്കോ, ഐട്രബിൾ ഐട്രേറ്റർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രീം ഫ്രീ ആയിട്ട് കിട്ടും. സ്പ്ലിറ്റ് ഐട്രേറ്റർ എഴുതി കഴിഞ്ഞാൽ പാരലൽ സ്ട്രീം കിട്ടും. ഒബ്സർവബിള് എംബഡി അല്ല മറ്റേ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് സ്ട്രീം കിട്ടും എന്ന് പറയില്ലേ. അതേമാതിരി നിങ്ങളുടെ ഡാറ്റയെ കാനോണിക്കലൈസ് ചെയ്താൽ മതി RDD ആയിട്ട്. ദെൻ റെസ്റ്റ് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ യു കൻ യൂസ്. ഇവിടെ നിങ്ങൾ SQL ആയിട്ട് കമ്പ്യൂട്ടേഷൻ കൊടുക്കണം. അപ്പോ ഈ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ലോകത്ത് ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻ ലേണിംഗ് വരെ യൂസർ ഡിപെൻഡ് ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. ഇവിടെ കിട്ടിയോ? ഓക്കെ, എനിക്ക് ഫുൾ മനസ്സിലായിട്ടില്ല, പക്ഷെ ഇതൊരു ടേക്ക് അല്ല, ക്ലിക്ക് ഹൗസ് നോക്കുക അല്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു ഡാറ്റാബേസ് ക്രോസ് പ്ലാറ്റ്ഫോം മൾട്ടി ഡാറ്റാബേസ് പ്രോക്സി എഴുതി കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ബഡി സിസ്റ്റം കുറെ പ്രോസസ്സ് ഓഫ്ലൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ഇൻഫ്രാസ്ട്രക്ചർ ആസ് ഐ സ്പീക്ക് ഇറ്റ് ഈസ് കറന്റ്ലി ഓൺ സ്പാർക്ക് മറ്റേ ക്വാഡ് ഷെഡ്യൂളർ. ഓക്കെ, അത് ആൾ ഓഫ് എ സഡൻ ഒരു ഓർക്കസ്ട്രേറ്ററായി മാറി. മനസ്സിലായില്ല? അത്രയും നാൾ അതൊരു സ്റ്റോർ പ്രോസസിംഗ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. എനിക്ക് ആ കമ്പ്യൂട്ടേഷൻ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റി ക്ലിക്ക് ഹൗസിലോട്ട്. അപ്പൊ ഓൺലി തിങ് ഇസ് ദാറ്റ് എനിക്ക് SQL കൊടുക്കണം. അപ്പൊ SQL കൊടുക്കാൻ വേണ്ടി ഒരു പുള്ളിയുണ്ട്, ജോസ് എൽക്കോ, SQL ഫോർ സ്മാർട്ടീസ്. അയാളുടെ എല്ലാ SQL ബുക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ചരിത്ര കേട്ടിട്ടുണ്ടോ ജോസ് എൽക്കോ? ഇപ്പൊ ഇത്രയും കാലമായിട്ട് പുള്ളിനെ കയ്യിൽ ഏറ്റെടുത്തില്ലേ? അടിച്ചു നോക്കിയ ജോസ് എൽക്കോ SQL ഫോർ സ്മാർട്ടീസ്. അതാണ് കുറെ ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഗൂഗിൾ ചെയ്ത് വെച്ചായിരുന്നു. ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറെ ഇല്ലയുടെ, ഞാനിപ്പോ വെറുതെ അടിച്ചപ്പോ കിട്ടിയത്. ഇപ്പൊ ജോസ് എൽക്കോ കുറെ ബുക്സ്, ഒരു അതെ, ജോസ് എൽക്കോസ് കംപ്ലീറ്റ് ഗൈഡ് ടു NoSQL വാട്ട് എവർ. അത് വർക്ക് ചെയ്യാണ്. തിങ്കിങ് ഇൻ സെറ്റ്സ്, ഓക്സിലറി ടെമ്പറർ ആൻഡ് വെർച്വൽ ടേബിൾസ് ഇൻ SQL. പിന്നെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോ SQL വെച്ചിട്ട് മെഷർമെന്റ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്ത് മെഷർമെന്റ്? വേൾഡിലുള്ള എല്ലാ ഡയമെൻഷനാലിറ്റി എല്ലാം മെഷർ ചെയ്യാൻ. മനസ്സിലായില്ലേ? അടിപൊളി ബുക്ക് അത്. അല്ല, ഞാനിത് ഇതെല്ലാവരോടും പഠിക്കാൻ പറഞ്ഞ. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ കിട്ടിയത് ഈ SQL-ന്റെ അപ്പൊ അതാണ് അടുത്ത ഒരു ടേക്ക് അവേ. പറയൂ, കഴിഞ്ഞോ? നിങ്ങളുടെ 2 ടേക്ക് അവേ കഴിഞ്ഞു. ഇനിയോ? ഇല്ല, മേജർ ഇത് രണ്ടുമാണ് എന്റെ ഇപ്പൊ തലയിൽ ഓർമ്മയുള്ളത്. ഓക്കെ, ലാലിന് എന്തായിരുന്നു ടേക്ക് അവേ? എനിക്ക് ടേക്ക് അവേ ഈ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട് അത്. പിന്നെന്താണ്, ഇത് എനിക്ക് ഗ്രേ ഏരിയ ആണ്, പക്ഷെ ഞാനിത് ഇൻ ആക്ഷൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ എന്താ പറയാ, സ്റ്റോറേജും കമ്പ്യൂട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന സംഭവം. പക്ഷെ അത് അതിന്റെ ഡീറ്റെയിൽ ഒന്നും കൂടി നോക്കണം, എന്നിട്ട് വേണം ഒരു. എനിക്ക് നിങ്ങൾ സംസാരിച്ച് ഫുൾ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അല്ല നിങ്ങളുടെ എനിക്ക് ഹെൽപ്പ് ഉണ്ട്. ചിലപ്പോ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ROC ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ച് മറ്റവരൊക്കെ കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അല്ല അതൊരു വളരെ ആ ഏരിയ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എഞ്ചിൻ എഴുതാവുന്നതാണ്. ഇവിടെ കിട്ടിയ ഓക്കെ. അപ്പൊ അതൊരു നല്ല ഇതാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും അത്രേ ഉള്ളൂ. ആരണോ? അതൊക്കെയാണ്. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഈ റെക്കോർഡിംഗ് ഒന്ന് ഇവിടെ വൈൻഡ് ചെയ്യാം. റെക്കോർഡിംഗ്